ഓക്കെ, അനു ഓക്കെ അല്ലേ? അനിമോൾ, മരിയ, റോസ്മേരി, ഓക്കെ ആണ്. അഭിരാമി ഓക്കെ അല്ലേ? അഭിരാമി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഇൻസ്ട്രക്ഷനിലേക്ക് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. സിയന്ന കോളേജിലെ സ്റ്റുഡൻസ് ഇതിനകത്ത് എൻറോൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇതിനകത്ത് ഒരാൾ റേറ്റ് ചെയ്യുക എന്താണെന്ന് ഉറപ്പെടുത്താൻ വേണ്ടിയാണ്. അവിടുത്തെ കോളേജിൽ എക്സ്പോഡി പറഞ്ഞിട്ടുണ്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. കുറച്ച് പേര് ഇന്നലെ അറ്റൻഡ് ചെയ്തായിരുന്നു. അവരിന്നലെ വളരെ ഇൻട്രസ്റ്റോട് കൂടി അവരുടെ നമ്മുടെ നോഷയുടെ പ്രോഗ്രാം അവിടെ ഓർഗനൈസ് ചെയ്യാൻ അവർ നോക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ അവിടെ ഒരു വെബിനാർ ആണ് അതിലാണ്. അപ്പോൾ അവർക്ക് ആഗ്രഹമുണ്ട്. 2 പേര് മെസ്സേജ് ചെയ്തായിരുന്നു. ഒരു വർഷത്തെ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാൻ ഇതൊക്കെയാണ് മെസ്സേജ് ചെയ്തത്. അതിനകത്ത് ചെയ്യുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറയുന്നത് നല്ലതായിരിക്കും. എന്തെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. അഡ്വാൻസ് കിട്ടാനും മതി. ആരെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ തെലുങ്കിലുള്ള എഞ്ചിനീയറിംഗ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അടുത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ എൻ്റെ കോളേജിലെ സ്റ്റുഡൻസ് ആണ് ഇന്നിവിടെ എൻറോൾ ചെയ്തത്. അതുപോലെ തന്നെ MGM കോളേജിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്. അവരുടെ ഇനിഷ്യേറ്റീവ് തുടങ്ങുന്നുണ്ട്. അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ പ്രയാസമാണ്. അത് എങ്ങനെയാണ് അഭിരാമി സമയം കളയാറ്? ഹലോ ഹലോ സാർ കേൾക്കാം. അഭിരാമി ഒക്കെ അല്ലേ? സൗണ്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട് അഭിരാമി. Good evening. ഓക്കെ ആണ്. ഓക്കെ. Good evening. I heartily welcome all to the second day of Wipro Allied Science. So today we have to do with something really interesting and interactive. അപ്പോൾ ആദ്യം തന്നെ let me welcome the team Noshe, Aldo sir, Anne Maria ma'am, Anmol Saju ma'am. Supporting us and guiding us, and ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇന്ററാക്റ്റീവ് ആകും. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ask and so let's start today's session with Anmol explaining about the program. Ma'am, will you take now? ഓക്കെ. താങ്ക് യു അഭിരാമി. ഓക്കെ സാർ, ഓഡിബിൾ അല്ലേ? ഓക്കെ. ഓക്കെ. ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ ഇന്നത്തെ സെക്ഷൻ നിങ്ങൾക്കറിയാം, ഇന്നലെ നമുക്ക് നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഒത്തിരി പേര് നല്ല കമന്റ്സ് ഒക്കെ തന്നു, ക്ലാസ്സിനെ കുറിച്ച് നല്ല ഫീഡ്ബാക്ക് ഒക്കെ തന്നു. ഒത്തിരി സന്തോഷം. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു MGM കോളേജ് അവരാണ് ഈ പ്രോഗ്രാം ഏറ്റെടുത്ത് നടത്തുന്നത്. ഈ പ്രോഗ്രാമിനെ അനൗൺസ് ചെയ്തപ്പോഴേ ഞങ്ങൾ നടത്തിക്കോളാം, ഞങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്നത് ആർഗൻ സാറിന്റെ നേതൃത്വത്തിൽ MGM കോളേജിലെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ അവർക്ക് ഒത്തിരി സ്നേഹത്തോടെ, ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് അവർ ഈ പ്രോഗ്രാം ഏറ്റെടുത്ത് നടത്തുന്നതിൽ. അവർ വളരെ മനോഹരമായിട്ട് തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ നന്നായിട്ട് തന്നെ അഭിരാമിയുടെ നേതൃത്വത്തിൽ MGM കോളേജിലെ എല്ലാ കുട്ടികളും ആത്മാർത്ഥതയോടെ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവരെല്ലാരെയും പ്രത്യേകം ടീം നോഷയുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഒത്തിരി കോളേജ്, സിയന്ന കോളേജ്, അതുപോലെ സെന്റ് മൈക്കിൾസ് കോളേജ്, ആൽബർട്ട്സ്, സഹൃദയ,
അങ്ങനെ ഒത്തിരി കോളേജുകാര് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരിൽ നിന്നും നമുക്ക് നല്ല ഫീഡ്ബാക്ക് ആണ് ഇന്നലത്തെ ക്ലാസ്സിന് ലഭിച്ചത്. അപ്പം ഇന്നും നിങ്ങൾക്ക് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് ടീം നോഷയുടെ മെമ്പറായ അനു കെ പോൾ ആണ്. ഇന്ന് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ലോജിക്കൽ റീസണിങ് ഈ സെഷനാണ് ക്ലാസ്. അപ്പം നിങ്ങൾ ഈ ക്ലാസ്സുകൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഒരു ഈ TCSന്റെ അല്ലെങ്കിൽ ഈ വിപ്രോയുടെ ഇതിനു വേണ്ടി മാത്രമല്ല, ഇത് നമുക്ക് മുമ്പോട്ടുള്ള പ്ലേസ്മെന്റ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ്. ഇന്നലെ ആൻവിസ്മ എടുത്താണേലും ഇന്ന് അനു എടുക്കാൻ പോകുന്നതാണേലും വളരെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾ ചോദിക്കാതിരിക്കരുത്, മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയൊന്നും ചെയ്യേണ്ട, നിങ്ങൾ ചോദിക്കുക. ചോദിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് എന്താണെന്നൊക്കെ. അപ്പൊ നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോവുക, നല്ലൊരു പ്ലേസ്മെന്റിലേക്ക് എത്തിച്ചേരുക. അപ്പം ഇന്നലെ ഒത്തിരി പേര് ഞങ്ങൾക്ക് റിക്വസ്റ്റ് അയച്ചായിരുന്നു 1 ഇയർ ഞങ്ങളെ നോഷ ഓർഗനൈസ് ചെയ്യുന്ന 1 ഇയർ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഒത്തിരി പേര് റിക്വസ്റ്റ് അയച്ചായിരുന്നു. അപ്പം താല്പര്യമുള്ളവര് എനിക്ക് സിയന്ന കോളേജുകാര് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെയുള്ള കുറച്ച് നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ് പിള്ളേർ ഓൾറെഡി ഇതിലുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. അപ്പം അല്ലാതെ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവര് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. നമ്മുടെ ഗ്രൂപ്പില് സാറിന്റെ നമ്പറൊക്കെ ഉണ്ട്. അപ്പം സാറിന് മെസ്സേജ് അയച്ചാൽ മതി. 1 ഇയർ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മാത്രം, നിങ്ങളൊരു പ്ലേസ്മെന്റിലേക്ക് എത്തുന്ന രീതിയിൽ അങ്ങനെ ഒരു ട്രെയിനിങ് ആണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ നിങ്ങൾ പ്ലേസ്മെന്റിലേക്ക് എത്തിച്ചേരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ളവർ, എനിക്ക് ജോലി വേണം, ഞാൻ പ്ലേസ്ഡ് ആകണം എന്ന് ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ഇന്റർവ്യൂ പ്രിപ്പറേഷനും പ്ലേസ്മെന്റ് ട്രെയിനിങ്ങും എല്ലാം നൽകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളവരെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും നോഷയുടെ സൈറ്റിൽ കയറുക, സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് അതിനകത്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ്, ഇന്റർവ്യൂ പ്രിപ്പറേഷന് വേണ്ടിയും പ്ലേസ്മെന്റ് ട്രെയിനിങ് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇന്നലെ ഞാൻ കാണിച്ചിരുന്നു. ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എല്ലാ ലെവൽ ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും അതിൽ കയറി രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ ഒരു പ്ലേസ്മെന്റ് ഡ്രൈവിന് പോകുന്നതിന് മുന്നോടിയായിട്ട് അതിലൊക്കെ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് അതൊക്കെ നോക്കിയിട്ടൊക്കെ പോവുക. തീർച്ചയായിട്ടും നിങ്ങൾ പ്ലേസ്മെന്റ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പ്ലേസ്മെന്റ് ഡ്രൈവിലൊക്കെ വരുന്നത്. ഇന്നലെ ആൻവിസ്ബി എടുത്ത കോഡിംഗ് ആണെങ്കിലും ഇന്ന് അനു എടുക്കാൻ പോകുന്നതാണേലും TCSന്റെ നമ്മൾ ട്രെയിനിങ് വെച്ചതിനകത്ത് ഒത്തിരി പേര് പറഞ്ഞു ഈ ഒരു മോഡൽ തന്നെയായിരുന്നു വന്നത്, ഒത്തിരി ഹെൽപ്ഫുൾ ആയി. ഞാൻ പറഞ്ഞല്ലോ, ഒരു 20-ന് മുകളിൽ ഒത്തിരി പേര് ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ചെയ്തായിരുന്നു. അപ്പൊ നിങ്ങളിത് ഈ ക്ലാസ് പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. പിന്നെ ഏതെങ്കിലും കോളേജുകാർക്ക് ഈ പ്രോഗ്രാം സ്കിൽ ഡെവലപ്മെന്റിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിയന്ന കോളേജുകാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സിയന്ന കോളേജിൽ പഠിക്കുന്ന ഒരാൾ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നമ്പരും ഒന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങളെ വെച്ചൊരു ഗ്രൂപ്പ് തുടങ്ങും. 10 പേരായി കഴിയുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് ക്ലോസ് ചെയ്യും. കാരണം ഇൻട്രസ്റ്റ് ഉള്ള, നല്ല പ്ലേസ്മെന്റ് കിട്ടണം, ഇങ്ങനെ നല്ല ഇൻട്രസ്റ്റ് ഉള്ളവരാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ കോളേജ് വൈസ് ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നതാണ്. നോഷ കണക്ട് സിയന്ന കോളേജ്, ആ ഒരു രീതിയിൽ നമ്മളൊരു ഗ്രൂപ്പ് തുടങ്ങുന്നതാണ്. നിങ്ങളുടെ കോളേജിലെ ടീച്ചേഴ്സിനോട് പറഞ്ഞ് അവരും ഉണ്ടായിരിക്കും നമ്മുടെ ഈ ഗ്രൂപ്പിൽ. അപ്പം നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ചാറ്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ സാറിന് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത് ഇൻട്രഡക്ഷൻ പോലെ. നിങ്ങൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുക, അതിന് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു. ഓക്കെ, അനിമോൾ. ഓക്കെ, അഭിരാമി. നമുക്ക് ഏതൊക്കെ കോളേജ് ഉണ്ടെന്നുള്ളതൊന്ന് നെയിം ചാറ്റ് ബോക്സിൽ ഇടാൻ ഞാൻ പറയാൻ മറന്നുപോയി. അപ്പൊ ഏതൊക്കെ കോളേജിൽ നിന്നാണ് സ്റ്റുഡൻസ് എന്നുള്ളതൊന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിരുന്നെങ്കിൽ ഇത് MGM കോളേജിലെ 3rd ഇയർ സ്റ്റുഡൻസ് ആണ് ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പൊ അവർക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട് ഏതൊക്കെ കോളേജിൽ നിന്നാണ് പാർട്ടിസിപ്പേഷൻ വരുന്നതെന്ന്. അവര് ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത്. അവർ വളരെ കോൺഫിഡൻസോട് കൂടിയാണ് ഇരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ഈ പ്രോഗ്രാമായിട്ട്. അപ്പൊ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ഇടുന്നത് നല്ലതായിരിക്കും. അപ്പൊ തന്നെ എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. ഓക്കെ അഭിരാമി, നെക്സ്റ്റ് എന്താണ്? Next, we welcome Alina from our college who have been placed in TCS recently. So I just welcome her to share her experience. Okay. Inspiring for all of us. ഒരു വെറൈറ്റി പ്രോഗ്രാം ആണ് ഇന്ന്. അലീന മിനി വർഗീസ്
ഒരു ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടിയാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ നോഷയുടെ ഈ പ്രോഗ്രാമിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. വെൽക്കം അലീന മിനി വർഗീസ് ടു നോഷെ. ഒത്തിരി സന്തോഷത്തോടു കൂടി ഒത്തിരി കാര്യങ്ങൾ പറയാനെന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാം, എന്താണ് എന്ന് കേൾക്കാം. എന്നോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ ഇങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അലീന പറഞ്ഞോളൂ. ഓക്കെ, വെൽക്കം അലീന. കുറച്ച് സമയമുള്ളൂ, അപ്പൊ അതിനനുസരിച്ച് ഞാൻ വീഡിയോ ഓൺ ചെയ്തോ? വീഡിയോ ഓൺ ആണോ സർ? ഓൺ ആണല്ലേ? ഓക്കെ ശരി. ഓഡിബിൾ അല്ലേ? ഓക്കെ, ഓഡിബിൾ ആണ്. So, hi everyone, good afternoon. I am Alina. I am studying Indian CET. I'm doing my BTech Computer Science and I'm a final year. And Sir Varnola and TCS placed I. So mainly and experience share ചെയ്യാനാണ് ഇരിക്കുന്നത്. അപ്പം TCS ഇപ്രാവശ്യം ഈ വർഷം അവരുടെ എല്ലാ റിക്രൂട്ട്മെന്റും ഓൺലൈൻ ആയിരുന്നു. സോ their test and interview was online. അപ്പോൾ ആദ്യം അവരുടെ റിക്രൂട്ട്മെന്റ് ഐ ഗെസ് ദി പബ്ലിഷ്ഡ് ഡ്യൂറിങ് ഒക്ടോബർ ഫസ്റ്റ് വീക്കിനോട് അവരുടെ റിക്രൂട്ട്മെന്റ് ടെസ്റ്റിന്റെ കാര്യങ്ങൾ NQT നാഷണൽ ക്വാളിഫയർ ടെസ്റ്റ് വഴിയാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പൊ അത് എന്താ പറയാ, അത് അവർ പബ്ലിഷ് ചെയ്തിരുന്നു. അതിന്റെ കൂടെ തന്നെ എന്തൊക്കെ സിലബസിൽ എന്തൊക്കെ ആയിരിക്കും ടെസ്റ്റിൽ വരുന്ന ആ ഒരു സിലബസ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മെയിൻ ആയിട്ടും വെർബൽ എബിലിറ്റി, റീസണിങ് എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, അതായത് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ആ ഒരു ഏരിയ, പിന്നെ പ്രോഗ്രാമിംഗ് പ്ലസ് കോഡിംഗ്. അപ്പം ടോട്ടൽ ഒരു 3 hours ആയിരുന്നു അവരുടെ എക്സാം. അതിൽ ആദ്യം നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്. അപ്പം ആപ്റ്റിറ്റ്യൂഡ് ഞാൻ പ്രിപ്പയർ ചെയ്തത് കുറെ ഡിഫറെന്റ് വെബ്സൈറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. പിന്നെ അവരുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയാണ് പഠിച്ചത്. അപ്പൊ ഞാൻ ഇന്ന് എൽദോ സാറിനോട് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു ടീം നോഷെ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് ലാസ്റ്റ് 2 days ago ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ അകത്ത് എന്തൊക്കെ കണ്ടൻസ് ഉണ്ടെന്ന് നോക്കി. അപ്പൊ ഐ തിങ്ക് ഇറ്റ്സ് മോർ ഗുഡ്. കാരണം ഞാൻ കുറെ ഡിഫറെന്റ് വെബ്സൈറ്റ്സിൽ നിന്നാണ് ഓരോന്നും പഠിച്ചെടുത്തത്. അപ്പൊ ഇവര് ഇതെല്ലാം അണ്ടർ വൺ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ആപ്റ്റിറ്റ്യൂഡിൽ തന്നെ നമുക്കറിയാം ഇഷ്ടംപോലെ ഏരിയാസ് ഉണ്ട്. ലൈക്ക് പെർസെന്റേജ് ഉണ്ട്, അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അങ്ങനത്തെ കുറെ കമ്പ്യൂട്ട് ചെയ്യുന്ന കുറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഓരോ ടോപ്പിക് ബൈ ടോപ്പിക് ആയിട്ട്, ഇപ്പൊ പെർസെന്റേജ് ആണെങ്കിൽ അതിന്റെ അണ്ടറിൽ നമുക്ക് ആ ഒരു എന്താ പറയാ പെർസെന്റേജിന് വേണ്ടിയുള്ള എല്ലാ പ്രോബ്ലംസും, ആ ഒരു സെറ്റ് ഓഫ് പ്രോബ്ലംസ്, അതിന് വേണ്ടി നീഡ് ചെയ്യേണ്ട ഇക്വേഷൻസ്, ആ ഇക്വേഷൻസ് ഉൾപ്പെടെ അതിന്റെ ആൻസർ വിത്ത് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊരു നല്ല ഇനീഷ്യേറ്റീവ് ആണ് ടീം നോഷയുടെ. ആപ്റ്റിറ്റ്യൂഡ് പ്രിപ്പറേഷൻ മാത്രമല്ല, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ട്, GD എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് essay റൈറ്റിംഗ് കൂടെ ഞാൻ കണ്ടിരുന്നു. അപ്പം TCSന് GD essay റൈറ്റിംഗ് അങ്ങനെ ഉണ്ടായിരുന്നില്ല, മൊത്തം MCQ പോലെ ആയിരുന്നു. പിന്നെ പ്ലസ് കോഡിംഗ്. അപ്പൊ നെക്സ്റ്റ് പ്രോഗ്രാമിംഗ് ആയിരുന്നു. പ്രോഗ്രാമിംഗ് ഞാൻ പറഞ്ഞല്ലോ ഈസി ടു മീഡിയം ലെവൽ ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ആണ്. ആർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ലൈക്ക് നമ്മുടെ ബേസിക് കൺസെപ്റ്റ്, നമ്മുടെ ലൂപ്പ്, അറേ, ഇഫ് എൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ കോഡിംഗ് നമുക്ക് സുഖമായിട്ട് എന്താ പറയാ ക്രാക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു. അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവർ ചോദിച്ചത്. അപ്പം വിത്തിൻ എ മന്ത്, ഒരു 20 daysനുള്ളിൽ എനിക്ക് എന്താ പറയാ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു, ഇന്റർവ്യൂ കോൾ വന്നു. മൈ ഇന്റർവ്യൂ വാസ് ഓൺ November 26. ഉച്ച കഴിഞ്ഞായിരുന്നു ഇന്റർവ്യൂ. ഇവരുടെ ഇന്റർവ്യൂ മൈക്രോസോഫ്റ്റ് ടീംസ് പ്ലാറ്റ്ഫോമിലായിരുന്നു. അപ്പം ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ തന്നെ നമ്മുടെ ടെക്നിക്കൽ റൗണ്ട്, മാനേജറൽ റൗണ്ട്, അതേപോലെ തന്നെ HR റൗണ്ടും കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ HR ഗ്രീറ്റ് ചെയ്തു. ഷീ വെരിഫൈഡ് മീ, ID കാർഡൊക്കെ വെച്ച് വെരിഫൈ ചെയ്തിട്ട് ഷീ ആസ്ക്ഡ് സം ബേസിക് ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞിട്ട് എന്നോട് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പറഞ്ഞു. സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് ടെക്നിക്കൽ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, ടെക്നിക്കൽ ഇന്റർവ്യൂ, പിന്നെ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ബേസിക് ആയിട്ട് ആദ്യം ചോദിച്ചത് എനിക്കറിയാവുന്ന ട്രെൻഡിങ് ടെക്നോളജി, ഇപ്പോഴത്തെ ട്രെൻഡിങ് ടെക്നോളജി ഏതാ അറിയാവുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, അങ്ങനെ അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. അപ്പൊ അതിന്റെ കൺസെപ്റ്റ്സ് ഒക്കെ സാർ എന്നോട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു അതിന് റിലേറ്റഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന ബേസിക് നമ്മുടെ കോർ സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ബേസിക് ഞാൻ CS ആയതുകൊണ്ട് കുറെ ക്വസ്റ്റ്യൻസ് എന്നോട് ബേസിക് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് SQL, DBMS ആൻഡ് ഡേറ്റ സ്ട്രക്ചറിൽ നിന്നാണ്. അപ്പം SQLിനൊക്കെ ഡെഫിനിഷൻ, എന്റെ കൺസെപ്റ്റ് മാത്രമല്ല, അവർ എനിക്ക് പ്രോബ്ലം തന്നു. ലൈക്ക് 2 ടേബിൾസ് തന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ക്വറി, ഇന്നൊരു ഔട്ട്പുട്ട് കിട്ടാൻ ഉള്ള ക്വറി എന്നോട് പറയാൻ പറഞ്ഞു. അങ്ങനെ അതേപോലെ തന്നെ ഒരു ക്വറി തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരെ ഉണ്ടായിരുന്നു. നമ്മളോട് ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ്, നമ്മൾ ജസ്റ്റ് ചോദിക്കുക മാത്രമല്ല, ഇങ്ങനത്തെ പ്രാക്ടിക്കാലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചിരുന്നു. പിന്നെ എന്നോട് DBMS എന്നൊക്കെ ഇൻഡെപ്ത് ആയിട്ട് ചോദിച്ചു. നമ്മുടെ 1NF, 2NF, 3NF, ഈ ടേബിള് 2NF ആണോ 1NF ആണോ അങ്ങനെയൊക്കെ ചോദിച്ചു.
പിന്നെ നമ്മുടെ ആസിഡ് പ്രോപ്പർട്ടീസ്, അങ്ങനത്തെ DBMS റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഒക്കെ എന്നോട് കുറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആയിരുന്നു. ഡേറ്റ സ്ട്രക്ചറിൽ നിന്ന് നമുക്കറിയാം കുറെ ഡെഫിനിഷൻസ് ഉണ്ട്, ഇഷ്ടംപോലെ ഡേറ്റ സ്ട്രക്ചർ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കൊക്കെ ഒരു ട്രീ തന്നിട്ട് അതിന്റെ ഇൻഓർഡർ, പ്രീ ഓർഡർ ആൻഡ് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സിലൊക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പം അവർ അങ്ങനത്തെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. പിന്നെ എന്നോട് സാറ് ചോദിച്ചത് ലോജിക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ലൈക്ക് നമ്മുടെ പസിൽസ് അല്ലെങ്കിൽ റിഡിൽസ് അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യും, അങ്ങനത്തെ ഒരു ബേസിസിൽ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയായിരിക്കും അവർ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്ത്. ലോജിക് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടെക്നിക്കൽ റൗണ്ടിൽ നമുക്ക് ടെക്നിക്കൽ ആയിട്ട് ഇപ്പം നോൺ CS ആണെങ്കിലും CS ആണെങ്കിലും ഇങ്ങനത്തെ ബേസിക് IT കമ്പനിയിൽ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ കൺസെപ്റ്റ്സ് എന്തെങ്കിലും പഠിച്ചിരിക്കണം. നമ്മളോട് ഇപ്പൊ ഏത് സ്ട്രീം ആണെങ്കിലും ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ പ്രതീക്ഷിച്ചു ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, ഊപ്സ് കൺസെപ്റ്റ് ഒക്കെ ചോദിക്കുന്നു പ്രതീക്ഷിച്ചു, പക്ഷെ അത് ചോദിച്ചില്ല. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച്. അപ്പൊ അതൊക്കെ പ്രിപ്പയർ ചെയ്യണം. അതേപോലെ തന്നെ നെറ്റ്വർക്കിംഗ്, പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിനെക്കുറിച്ചൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. ഇപ്പം SQL, DBMS, ഡേറ്റ സ്ട്രക്ചേഴ്സ്, ഓപ്സ്, ഇതൊക്കെ നമ്മൾ അത്യാവശ്യം ബേസിക് കൺസെപ്റ്റ് ഒക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ ഉള്ളത് ട്രെൻഡിങ് ടെക്നോളജി. നമ്മൾ എപ്പോഴും ഔട്ട് ഓഫ് സിലബസ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് എക്സ്ട്രാ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രെൻഡിങ് ടെക്നോളജീസ് നമുക്ക് ഇഷ്ടംപോലെ ട്രെൻഡിങ് ടെക്നോളജീസ് ഉണ്ട്, നമുക്ക് നെറ്റിൽ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ കുറെ കിട്ടും. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ അതിൽ ഒരു ടോപ്പിക്ക് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചു വെക്കുക. TCSൽ ഇപ്പൊ അവർ അങ്ങനെയാണ് ചോദിച്ചത്. അപ്പം TR അറൌണ്ട് ഒരു 1 അവറോളം എന്റെ ഇന്റർവ്യൂ പോയി. അപ്പോഴേക്കും അടുത്ത ആള് വെയിറ്റിംഗ് ലിസ്റ്റിലായതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് അവിടെ വിളിക്കണേ വന്നുകൊണ്ടും മാനേജറിനോട് ആകെ ആ സാർ എന്നോട് 2 ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളൂ അബൌട്ട് മൈ പ്രോജക്ട്. അപ്പൊ ആ സമയത്ത് എന്റെ പ്രോജക്ട് അപ്രൂവൽ ആയതേ ഉള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു 2 സെന്റൻസിൽ എന്താണ് എന്റെ പ്രൊജക്റ്റും എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സാർ എന്നോട് നെക്സ്റ്റ് വേറെ ഏതെങ്കിലും പ്രൊജക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഡിസൈൻ പ്രൊജക്ട് 3rd ഇയറിൽ ഞാൻ ചെയ്ത ഡിസൈൻ പ്രൊജക്ടിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അത്രയാണ് എന്റെ മാനേജർ റൗണ്ടിൽ ചോദിച്ചുള്ളൂ. ഈ മാനേജർ റൗണ്ടിൽ നമ്മളോട് നമ്മുടെ പ്രൊജക്ട്, ഇന്റേൺഷിപ്പ്, നമ്മുടെ ഫേവറേറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഫേവറേറ്റ് സബ്ജക്ട് ചെയ്ത് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അത് ഇറ്റ് ഡിപ്പെൻഡ്സ്, അത് ഒരു ഇന്റർവ്യൂ പാനൽ അതൊക്കെ അനുസരിച്ചായിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മൂവ് ഓൺ ടു HR എന്നോട് ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, കാരണം നമ്മൾ ഓൺലൈൻ ആയിട്ടാണല്ലോ ഇന്റർവ്യൂ എല്ലാം നടത്തിയത്. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ബേസിക് HR ക്വസ്റ്റ്യൻസ് ലൈക്ക് എന്താ പറയാ, നമുക്കൊരു സിറ്റുവേഷൻ നിന്നിട്ട് എങ്ങനെയാ ഡിസിഷൻ എടുക്കും, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് HR ചോദിക്കുന്നത്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ഇന്റർവ്യൂല് എന്നോട് ചോദിച്ചത്. ഇത് കഴിഞ്ഞ് ഒരു 1 month ആയപ്പോഴേക്കും എന്റെ ഇന്റർവ്യൂ റിസൾട്ട്സും വന്നു. സോ എനിക്ക് ബേസിക് ആയിട്ട് പറയാനുള്ളത്, നമ്മളിപ്പോ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു പ്ലേസ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ റെസ്യൂമെ ആയിരിക്കും. അപ്പൊ റെസ്യൂമെ ആദ്യം തന്നെ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ബയോഡേറ്റ എപ്പോഴും അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരെണ്ണം ഇപ്പൊ തന്നെ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ S5 S5 ഇപ്പം S6 ആവാൻ പോണേ ഉള്ളൂ, നിങ്ങൾക്ക് സമയമുണ്ട്, ഫൈനൽ ഇയർ ആവാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുക. അത് പിന്നെ അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരുന്നാൽ മതി. കാരണം നമുക്കൊരു പ്ലേസ്മെന്റ് പറഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസത്തിന് മുന്നേ ആയിരിക്കും നമ്മളോട് പറയുന്നത് ഇന്ന പ്ലേസ്മെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ സമയത്ത് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിനൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള സമയമായിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ റെസ്യൂമെ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ടെസ്റ്റിന് മര്യാദയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇറ്റ്സ് ബെറ്റർ ഒരു റെസ്യൂമെ എപ്പോഴും അപ്ഡേറ്റ് ആക്കിക്കൊണ്ട് നമ്മൾ ഒരു റെസ്യൂമെ എപ്പോഴും കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് പ്രിപ്പറേഷൻ. ഇപ്പൊ സാറിന്റെ ഈ വെബ്സൈറ്റ് ടീം നോഷയുടെ വെബ്സൈറ്റിൽ കയറുക. അത് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യാണ്. അത് അതിന്റെ ഇക്വേഷൻസ് ഉണ്ട്, എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. പ്രോബ്ലംസ് ഓരോ സെറ്റ് ഓഫ് പ്രോബ്ലംസ് ആണ്, നമുക്ക് ടോപ്പിക് വൈസ് ടോപ്പിക് ഒരു പ്രോബ്ലംസ് ആണ്. ഒരു ഡേ ഒരു 15 to 30 minutes നമുക്ക് സ്പെൻഡ് ചെയ്താൽ മതി പെർ ഡേ. അപ്പൊ നമുക്ക് എന്താ പറയാ, ആ ഒരു ടോപ്പിക് നമ്മൾ ഒരു ദിവസം ഒരു ടോപ്പിക് കവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും പിന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് സമയമുണ്ട്, പഠിച്ചെടുക്കാനും പറ്റും. നമുക്കൊരു എന്താ പറയാ, നമ്മൾ ഒരു കാര്യത്തിൽ എക്സ്പേർട്ട് ആണോ അതിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴല്ലേ. അപ്പൊ നമ്മൾ ഓരോ പ്രോബ്ലംസും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അതൊരിക്കലും നിർത്തരുത്. നമ്മൾ ഒരു ഡേ ഒരു 15 to 30 minutes മാത്രം മതി. നമുക്കിപ്പോ എല്ലാം ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് എന്താ പറയാ, നമുക്ക് സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. എനിക്ക് സമയം ഉണ്ടായിരുന്നു. എന്റെ S6 കഴിഞ്ഞപ്പോഴേക്കുമാണ് ലോക്ക്ഡൌൺ ഒക്കെ വന്നത്. അപ്പൊ എനിക്ക് കുറെ സമയം കിട്ടി. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ആണ്. നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉള്ള ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ മാത്രം. ഇന്റർവ്യൂ പാസ് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരെ പ്ലേസ്ഡ് ആവാൻ പോകും. അപ്പൊ ഇന്റർവ്യൂവിന് നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം. നമ്മൾ റെസ്യൂമിയിൽ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, അത് എല്ലാം എന്താ പറയാ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം കൊടുക്കാൻ നോക്കുക. അതിന്റെ അകത്തുനിന്ന് ഒരു ഇന്റർവ്യൂവിൽ എന്ത് ചോദിച്ചാലും നമുക്കത് പറയാൻ പറ്റണം. അപ്പം അതിൽ കൊടുക്കുന്ന ഒരിക്കലും എന്താ പറയാ ഒരു ഇല്ലാത്ത കാര്യങ്ങളൊന്നും കൊടുക്കരുത്. നമ്മൾ ജെന്യൂൻ ആയിട്ട് തന്നെ എഴുതുക, നമുക്ക് അറിയാവുന്ന കാര്യം മാത്രം എഴുതുക. അപ്പം ഈ ഒരു ഇന്റർവ്യൂവിനെ എന്താ പറയാ
ലൈക്ക് ആകർഷിക്കാൻ എന്താ പറയുക, നമുക്കൊരു പ്ലസ് പോയിന്റ് അവിടെ കിട്ടണമെങ്കിൽ നമ്മൾ ഞാനൊക്കെ ഓൺലൈൻ കോഴ്സസ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഔട്ട് ഓഫ് സിലബസ് ആയിട്ട്. അപ്പൊ അതൊക്കെ ഒരു പ്ലസ് പോയിന്റ് ആണ്, നമ്മുടെ ഇന്റർവ്യൂവിൽ നമുക്ക് കൊടുക്കാനും പറ്റും. നമ്മുടെ റെസ്യൂമിൽ നമുക്കത് മെൻഷൻ ചെയ്യാൻ പറ്റും. അതൊക്കെ ഇന്റർവ്യൂവിൽ നോക്കുകയും ചെയ്യും. അതൊക്കെ ഒരു പ്ലസ് പോയിന്റ് ആണ്. അപ്പൊ അതൊക്കെ ചെയ്യുക. പിന്നെ ഉള്ളത് ഇന്റർവ്യൂവിൽ കമ്മ്യൂണിക്കേഷൻ, കോൺഫിഡൻസ്. അപ്പൊ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇൻഡിവിജ്വലി ഓരോരുത്തർക്കും ഓരോ മെഷേഴ്സ് എടുക്കാം. ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ നോവൽസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മൂവീസ്, സീരീസ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കണ്ടും കേട്ടുമൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആയിക്കോളും. അതേപോലെ തന്നെ കോൺഫിഡൻസ്, നമുക്ക് അറിയാം, നമ്മൾ നമ്മുടെ മിററിന്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിച്ച് നോക്കാം. ഈ പറയുന്ന ഇന്റർവ്യൂവിൽ നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ നമുക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നമുക്ക് പഠിക്കാം. അത് നമ്മൾ ഒരു മിററിന്റെ ഫ്രണ്ടിൽ പോയി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാൻ പറ്റും. അതേപോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ആയിക്കോളും. അത് തന്നെ അത് ഇമ്പ്രൂവ് ആയിക്കോളും. നമ്മൾ കുറച്ച് ഒരു എഫോർട്ട് ഇട്ടാൽ മതി. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിറ്റർമിനേഷൻ വേണം. നമുക്ക് ഒരു ജോലി വേണം, അല്ലെങ്കിൽ നമുക്കൊരു പ്ലേസ്ഡ് ആവണം. കോളേജിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ പ്ലേസ്ഡ് ആവണം എന്ന് നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പകുതി കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും, ഏതൊരു പ്ലേസ്മെന്റ് ആണെങ്കിലും. അപ്പോ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് എന്റെ ഇന്റർവ്യൂ എക്സ്പീരിയൻസ്. സോ ദാറ്റ്സ് ഓൾ. And thank you, Team Oshay and our juniors to conduct such a wonderful training program. ഞങ്ങൾക്ക് ഈ ട്രെയിനിങ് പ്രോഗ്രാം ഒന്നും കിട്ടിയില്ലായിരുന്നു. അപ്പം I tell my juniors that നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും, ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഒരിക്കലും മിസ്യൂസ് ചെയ്യരുത്. നിങ്ങളത് മാക്സിമം അതിൽ നിന്ന് യൂസ് കണ്ടെത്താൻ നോക്കുക, യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. And thank you and all the best for all of you. Okay, thanks Alina. Abrami. Okay. It's really a motivation. And special thanks from Tinoshe to encourage our students. It's really a motivation. Because എന്താന്ന് വെച്ചാല് സംഭവം എന്താന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് കാണാത്തൊരു സംഭവമാണ് ഇത്. എല്ലാവരും ഒരു കമ്പടിച്ച് ചാറ്റ് ബോക്സിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു അപ്രീഷിയേറ്റ് ചെയ്യണം. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഷുഡ് ബി അപ്രീഷിയേറ്റഡ്. ഒരു കൺഗ്രാറ്റ്സ് അടിക്കുക. ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് പ്ലേസ്ഡ് ആയി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ജാടയാ. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഭയങ്കര ജാടയാ. സത്യം എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ വന്നപ്പോൾ സത്യം എന്ന് പറഞ്ഞ കമ്പനിയിലാണ് പ്ലേസ്ഡ് ആയി. എന്താ ജാടയായിരുന്നു അറിയാം. അപ്പൊ ഞാൻ ഇതുപോലെ തന്നെ ഒത്തിരി പേരെടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കും നല്ലതായിരിക്കുമല്ലോ എന്നൊക്കെ പറയും. അപ്പോ അവരൊക്കെ വിചാരം എന്നിട്ട് വലിയ സംഭവമാണ്. TCS അല്ലെങ്കിൽ ഇൻഫോസിസ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ സത്യത്തിൽ പ്ലേസിലായും ഭയങ്കര ജാടി അടിച്ചു കഴിഞ്ഞു. പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ സത്യം പൊട്ടിപ്പോയി. മനസ്സിലായോ? അപ്പോ ഇതാണ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. ഇറ്റ്സ് റിയലി അപ്രീഷിയേറ്റിംഗ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇന്റൻഷൻ, ആ ഒരു ഇത് നമ്മൾ ഇപ്പോഴും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. It's really appreciating Alina Mini Varghese, the finalist BTech student of MGM College of Engineering, Pampakkada, to motivate our juniors and our team, our members to get a placement. And ഇങ്ങനെ ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്ത് തന്നത് അബ്രാമി ഹരിഹരനാണ്. എനിക്ക് തോന്നുന്നു അവരുടെ ടീമിന്റെ ആ കോളേജിലെ ടീം ലീഡറാണ് അബ്രാമി. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യണമെന്ന് ടീം നോഷ പറഞ്ഞപ്പോ ഗ്രൂപ്പിൽ ടീം ലീഡേഴ്സിൽ ആദ്യം അബ്രാമിയാണ് ലൈക്ക് അടിച്ചത്. അപ്പോ ഇങ്ങനെ എത്രമാത്രം ആ ടീം അവർക്ക് പ്ലേസ്മെന്റ് കിട്ടണമെന്ന് അവർ ആഗ്രഹിച്ച ഒരു ടീമാണ്. തേർഡ് ഇയർ പഠിക്കുന്ന സമയത്ത് തന്നെ അടുത്ത വർഷം 2022 പാസ് ഔട്ട് ആകുമ്പോൾ ഒരു പ്ലേസ്മെന്റോട് കൂടി ഞങ്ങൾക്ക് ഇറങ്ങണമെന്ന് 13 പേര് അവര് നോഷെ കണക്ട് ഗ്രൂപ്പ് ജോയിൻ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ടീമാണ്. അവരാണ് ഇന്ന് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിൽ ഇത്രയും കളർഫുൾ ആക്കി ഒരു സെഷൻ ഒരുക്കി തന്ന കോളേജ് അബ്രാമിന്റെ ടീമിനും താങ്ക്സ് പറയാണ്. ഞങ്ങൾ ഒത്തിരി സംസാരിച്ചായിരുന്നു. നല്ല സംസാരിച്ചപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തോന്നി. ആള് നല്ലൊരു മോട്ടിവേറ്റിംഗ് ആണെന്ന്. താങ്ക്സ് പ്ലേസ്മെന്റ് ഓഫീസർ Argan Devisa for giving an opportunity to make the event more colorful. Once again, thank you and thanks for your MGM College team. Okay. Okay. Shall we continue with our training? Once again, connect with the Noshe Alina. And നമുക്ക് ആവശ്യമുണ്ട് അലീനെ. ഓക്കെ ഓക്കെ ഇങ്ങനെയുള്ളവരെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ so shall we start with the session with Anu Kepol. Anu Kepol. Anu നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. നോഷെ ടെക്നോ സൊല്യൂഷൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേണ്ടി ഈ വെബ് പോർട്ടൽ ഉണ്ടാക്കിയതില് ടീമിനെ ലീഡ് ചെയ്ത ആളും കൂടിയാണ് അനു ഇന്നലെ അതുപോലെ തന്നെ ആൻവിസ്മയൊക്കെയാണ് ഈ ടീമിന് വേണ്ടി ലീഡ് ചെയ്തത്. അപ്പോ അനു നമുക്ക് വേണ്ടി സെക്ഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഓക്കെ വെൽക്കം അനു.
അനു ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സെഷൻ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അനുവിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തുകയാണ്. അനു കണ്ടിന്യൂ അനു. ഓക്കെ, നമുക്ക് ഇന്നലെ എല്ലാവരും മറ്റേ കോഡിംഗ് സെക്ഷൻ കണ്ടെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഓക്കെ, ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു വൈഡ് ഏരിയ ആണ്. അത് മെയിൻലി ഈ TCS പോലത്തെ കമ്പനീസ് എടുക്കുമ്പോൾ മെയിൻലി 3 പാർട്ടായിട്ടായിരിക്കും ആപ്റ്റിറ്റ്യൂഡ് നടത്തുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കും, പിന്നെ വെർബല്, പിന്നെ ലോജിക്കൽ റീസണിങ്. ഇങ്ങനെ 3 പാർട്ടായിട്ടായിരിക്കും നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് സെഷൻസ് അവർ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ വിപ്രോന്റെ വന്നപ്പോ അവർ പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവില് 16 ക്വസ്റ്റ്യൻസ്, അതിൽ 16 മിനിറ്റ് ആയിരിക്കും അവർ തരുന്നത്. അതേപോലെ തന്നെ വെർബൽ ആണെങ്കിൽ 22 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിന് 18 മിനിറ്റ്സ്. പിന്നെ റീസണിങ്, ലോജിക്കൽ റീസണിങ് ആണെങ്കിൽ അതിന് 14 ക്വസ്റ്റ്യൻസ്, 14 മിനിറ്റ്. അപ്പൊ അങ്ങനെ ആപ്റ്റിറ്റ്യൂഡിന് 3 സെക്ഷൻ ആയിട്ടാണ് അവർ ഡിവൈഡ് ചെയ്ത് മാർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 സെഷനും ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് എല്ലാ ഏരിയയും കവർ ചെയ്യാൻ പാകത്തിനാണ് ഞാൻ ഇന്ന് സെഷൻ എടുക്കാൻ പോണത്. അപ്പോ മാക്സിമം ഞാൻ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഏകദേശം ആ ഒരു മോഡലൊക്കെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. അതിന്റെ ഓരോ ലെവൽ മാറുന്ന അനുസരിച്ച് ക്വസ്റ്റിന്റെ ഡിഫിക്കൽറ്റി ലെവലും മാറും. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് സെഷനിലോട്ട് കയറാട്ടോ. അതിന് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാവേ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സ്പീഡ്സ് ഓഫ് രോഹിത് ശർമ്മ ആൻഡ് വിരാട് കോഹ്ലി ആർ 30 km/h and 40 km/h respectively. Initially, Virat Kohli is at place A and Rohit Sharma is at place B. The distance between A and B is 650 km. Rohit started his journey 3 hours earlier than Virat to meet each other. If they meet each other at a place D, somewhere between A and B, then the distance between D and B. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് മാക്സിമം ആ ക്വസ്റ്റ്യനിൽ നിന്ന് കൺക്ലൂഡ് ചെയ്തെടുക്കാവുന്ന സംഭവങ്ങൾ ഫസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ചെയ്യുമ്പോൾ കൃത്യം ടൈമൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താ എവിടെയാണെന്ന് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഫെമിലിയർ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ ഒക്കെ എടുത്ത് എഴുതാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഓക്കെ, ഇത് ഒരു സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ പെടുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് രോഹിത് ശർമ്മയുടെ സ്പീഡ് എന്ന് പറയുന്നത് 30 km/h ആണ്. അപ്പൊ ഞാൻ രോഹിത് ശർമ്മയുടെ സ്പീഡ് ആയതുകൊണ്ട് ഞാൻ SR എന്ന് കൊടുക്കുന്നു. SR രോഹിത് ശർമ്മയുടെ 30 km/h ആണ്. അതേപോലെ തന്നെ വിരാട് കോഹ്ലിയുടെ 40 km/h. അപ്പൊ SV ഓക്കെ. പിന്നെ ഇവരെന്താ പറയുന്നത്? ഇതിന്റെ അകത്ത് 2 പ്ലേസ് പറയുന്നുണ്ട്, പ്ലേസ് എയും പ്ലേസ് ബിയും. വിരാട് കോഹ്ലി ഏത് പ്ലേസിലാണ് നിൽക്കുന്നത്? പ്ലേസ് എയിലും. രോഹിത് ശർമ്മ പ്ലേസ് ബിയിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ചെറിയൊരു ഡയഗ്രാം വരയ്ക്കുവാണേ. ഓക്കെ, ഇത് എ, ഇത് ബി. ഓക്കെ, ഇതിനകത്ത് എയിൽ നിൽക്കുന്ന ആരാണ്? വിരാട് കോഹ്ലിയാണ്. അതേപോലെ തന്നെ ബിയിൽ നിൽക്കുന്നത് രോഹിത് ശർമ്മയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് പറയുന്നത് എന്താ? എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 650 km ആണ്. അപ്പൊ ഇതിന്റെ ഫുൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 650 ആയിരിക്കും. ഓക്കെ, പിന്നെ പറയുന്നത് എന്താ? രോഹിത് സ്റ്റാർട്ടഡ് ഹിസ് ജേർണി 3 hours earlier than വിരാട്. അപ്പൊ ഇവിടെ അവസാനം നോക്കുമ്പോൾ പറയാം ഇഫ് ദേ മീറ്റ് ഈച്ച് അതർ. അപ്പൊ മീറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്? രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. അപ്പൊ വിരാട് ഇവിടുന്ന് റൈറ്റിലോട്ടും രോഹിത് ശർമ്മ ഇവിടുന്ന് ലെഫ്റ്റിലോട്ടായിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താ? രോഹിത് സ്റ്റാർട്ടഡ് ഹിസ് ജേർണി 3 hours earlier than വിരാട്. അപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് രോഹിത് ആണ്. അപ്പൊ ഒരു 3 hours
രോഹിത് ട്രാവൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് വിരാട്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത്, സോറി രോഹിത് ആണ് കേട്ടോ ജേർണി 3 hours earlier സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ രോഹിത്തിന്റെ സ്പീഡ് എത്രയാണ് നമുക്കറിയാം, 30 km/h ആണ്. ഒരവറിൽ 30 km ആള് പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ്, ആള് 3 hours മുമ്പ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ 3 hours അയാൾ ഏകദേശം എത്ര കിലോമീറ്റർ പാസ് ചെയ്ത് കാണും? പെർ അവർ 30 km ആണ് വരുന്നത്. അപ്പൊ 3 hours എത്ര കിലോമീറ്റർ പാസ് ചെയ്ത് കാണും? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാവോ? ഓക്കെ, 90. ഇത് ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഏകദേശം ബിടെക് ഒക്കെ പഠിക്കുന്നവരല്ലേ, ഡയറക്റ്റ് നമുക്ക് എഴുതാവുന്ന കാര്യമുള്ളൂ. അപ്പോ 3 hours രോഹിത് ശർമ്മ 90 km പാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏകദേശം ആള് 3 hours ഇത്രയും ഡിസ്റ്റൻസ് എടുത്തു എന്ന് വെച്ചോ. അപ്പോ ഇതില് 3 hours ആണ് എടുക്കുന്നത് കേട്ടോ. 3 hours എത്രയാണ്, 90 km എടുക്കുന്നുണ്ട്. ഓക്കെ, 3 hours എടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ, ഇഫ് ദേ മീറ്റ് ഈച്ച് അതർ അറ്റ് എ പ്ലേസ് ഡി. ഓക്കെ, 3 hours നമ്മുടെ രോഹിത് പാസ് ചെയ്തു. ഇനി ഇവിടെ നിന്നാണ് വിരാട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രോഹിത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 650 90 ഓൾറെഡി രോഹിത് ശർമ്മ പാസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ്, ഈ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇത്രയും ഡിസ്റ്റൻസ് ഈ ഒരു പ്ലേസ് ഞാനൊരു സി എന്ന് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് എന്താ മതി, ടോട്ടൽ ഡിസ്റ്റൻസ് 650 - 90 ചെയ്യാം. 650 - 90 ചെയ്യുമ്പോൾ നമുക്ക് 560 km കിട്ടും. ഓക്കെ, 560 km. ഇനി എന്താണ്, ഇഫ് ദേ മീറ്റ് ഈച്ച് അതർ അറ്റ് എ പ്ലേസ് ഡി. ഞാനൊരു പ്ലേസ് ഡി ഇവിടെ കൊടുക്കണം കേട്ടോ. then the distance between ഡിയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് കണ്ടുപിടിക്കുന്നത്. അതായത് ശരിക്കും ഇത്രയും ഡിസ്റ്റൻസാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇവര് ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചതിന്റെ സംഭവങ്ങളൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ഫസ്റ്റ് ഇവിടെ നിന്നാണ് നമ്മുടെ രോഹിത് ശർമ്മ സ്റ്റാർട്ട് ചെയ്തത്, വിരാട് കോഹ്ലി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മള് ഇവരുടെ ടൈം കണ്ടുപിടിക്കണം. എത്ര ടൈമിനുള്ളിലാണ് രണ്ടുപേരും ഈ ഡി എന്ന് പറയുന്ന പൊസിഷനിൽ മീറ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇവരിപ്പോ നമ്മുടെ ടൈമിന്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസ്റ്റൻസും വേണം സ്പീഡും വേണം. ഇതിപ്പോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് എടുത്തു, 650 - 90 ചെയ്തപ്പോ 560 ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 560 ആണ്. പിന്നെ വരുന്നത് സ്പീഡാണ്, റിലേറ്റീവ് സ്പീഡാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഇതിപ്പോ എയും, അതായത് വിരാട് കോഹ്ലി രോഹിത് ശർമ്മയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പൊ റിലേറ്റീവ് സ്പീഡ് എടുക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് രണ്ടുപേരുടെ സ്പീഡ് ആഡ് ചെയ്താൽ മതി. അതിന് പകരം രണ്ടുപേരും സെയിം ഡയറക്ഷനിൽ തന്നെയാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഈ രണ്ട് സ്പീഡും കൂടി മൈനസ് ചെയ്താൽ മതി. ഓക്കെ, ഇതിപ്പോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ടൈം എന്തോരും, ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്, 560 ആണ്. 560 ബൈ എത്രയാണ്, ഇവരുടെ ടോട്ടൽ 40 km + 30 km. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 70 km. ഓക്കെ, 70 km. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് എത്ര ഉണ്ട്, 8 hours. 8 hours. ഓക്കെ, അപ്പൊ നമുക്ക് എത്രയാണ്, ഈ രണ്ടു പേർക്കും ഈ വിരാട് കോഹ്ലിക്ക് ആണെങ്കിൽ എ തൊട്ട് ഡി വരെ പാസ് ചെയ്യാൻ എത്ര ടൈം എടുത്തു, 8 hours. അതേപോലെ തന്നെ രോഹിത് ശർമ്മയ്ക്ക് സിയിൽ നിന്ന് ഡി എത്താനായിട്ട് 8 hours എടുത്തു. 8 hours. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ഏതാണ്, ഡിയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഡിയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഓൾറെഡി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാലോ. ഡിസ്റ്റൻസ് എന്ന് പറയാം, അതായത് ടി ഈക്വൽ ടു ഡി ബൈ എസ് എന്ന് തന്നെ ഡയറക്റ്റ് ഇല്ല. ഡി ഈക്വൽ ടു എന്തായിരിക്കും, ഒന്ന് ക്ലിയർ ചെയ്യുവാനേ. ഓക്കെ, ഡി എന്ന് പറയുന്നത് എന്താണ്, സ്പീഡ് ഇൻറ്റു ടൈം ആണ്. നമുക്ക് ഓൾറെഡി സ്പീഡ് എത്രയാണ്, ആ ഒരു എന്താണ്
C2 അതായത് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഡിയിലാണ് ഒരു ഇവിടെ 3 hours അവര് രോഹിത് ശർമ്മ എടുത്തു. ഇവിടെ നിന്ന് ഇത്രയും പാസ് ചെയ്യാൻ 8 hours നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഇതിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് ഡി തൊട്ട് ബി വരെയാണ്. ഓക്കെ, അപ്പൊ ശരിക്കും ഡി തൊട്ട് ബി വരെ ശരിക്കും ആരാണ് ട്രാവൽ ചെയ്തേക്കണത്? ആരായിരിക്കും ട്രാവൽ ചെയ്തേക്കുന്നത് ഈ ഡി തൊട്ട് ബി വരെ? നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് വിരാട് കോഹ്ലിയാണ്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് രോഹിത് ശർമ്മയാണ്. രോഹിത് ശർമ്മ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് 3 hours കവർ ചെയ്തു, സിയിലെത്തി. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? വിരാട് കോഹ്ലി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ രോഹിത് ശർമ്മ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 8 hours കൊണ്ട് രണ്ടുപേരും ഡി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തു. അപ്പൊ ശരിക്കും ഡി തൊട്ട് ബി വരെ ആരാണ് ട്രാവൽ ചെയ്തേക്കുന്നത്? ചാറ്റിൽ ഇടാവോ? ഓക്കെ, രോഹിത് ആണ് ട്രാവൽ ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്കപ്പൊ ആരുടെ ഓക്കെ, രോഹിത് ആണ് ട്രാവൽ ചെയ്തെടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഡി തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതിന് സ്പീഡ് നമുക്ക് എന്തറിയാം? ഇവിടെ ഡി തൊട്ട് ബി വരെ ട്രാവൽ ചെയ്തത് രോഹിത് മാത്രമാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? സ്പീഡ് എടുക്കുമ്പോ ഈ രോഹിത്തിന്റെ സ്പീഡ് എടുത്താൽ മതി. നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ രോഹിത്തിന്റെ സ്പീഡ് 30 km/h തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? 30 ഇൻറ്റു ടൈം. 3 hours കൊണ്ട് സിയിലെത്തി, സിന്ന് ഡിയിൽ 8 hours കൊണ്ട് എത്തി. അപ്പൊ ഡി തൊട്ട് ബി വരെ പാസ് ചെയ്യാൻ എത്ര hours എടുത്തു? 8 + 3. അപ്പൊ എത്രയാണ്? 11. അപ്പൊ എത്രയാണ് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയത്? 330 കിലോമീറ്റർ ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്, 330 kilometers. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായോ? ചാറ്റിൽ ഇടാവോ? താങ്ക് യു. ഓക്കെ, ശരി. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ തന്നെ പറയാട്ടോ. ഞാൻ ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ചെയ്ത് തന്നോളാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഇതിൽ നമുക്ക് തന്നേക്കണത് എന്താണ്? 4 liters of mixture contains 1/5 of milk and rest is water. Another 5 liters of mixture contains 1/6 of milk and rest is water. The ratio of milk and water in the mixture if they are poured into a container with a capacity of 9 liters. ഞാൻ ആദ്യത്തെ ക്വസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓൾറെഡി തന്നേക്കുന്ന ഡാറ്റാസ് ഒക്കെ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് നമുക്ക് ഇതിൽ 2 മിക്സ്ചേഴ്സ് വരുന്നുണ്ട്. ഒരു 4 ലിറ്ററിന്റെ മിക്സ്ചറും ഉണ്ട്, 5 ലിറ്ററിന്റെ മിക്സ്ചറും ഉണ്ട്. അപ്പൊ ഞാൻ 2 മിക്സ്ചറിന് വേണ്ടിയിട്ട് M1 എന്ന് കൊടുക്കാണ് കേട്ടോ. M1 M2. ഓക്കെ, ഫസ്റ്റ് മിക്സ്ചർ എത്രയാണ്? 4 liters ആണ് കേട്ടോ. ഇത് 4 liters ആണ്. ഇതെന്ന് പറയുന്നത് 5 liters ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മിക്സ്ചർ M1ൽ എന്താണ്? ടോട്ടൽ 4 litersൽ 1/5 എന്ന് പറയണത് മിൽക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ മിൽക്കിന്റെ ക്വാണ്ടിറ്റി അറിയണം. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് മിക്സ്ചറിൽ മിൽക്കിന്റെ ക്വാണ്ടിറ്റി എത്രയായിരിക്കും? ടോട്ടൽ എന്ന് പറയണത് 4 ആണ്. 4ല് 1/5 ആണ് മിൽക്ക് ഉള്ളത്. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ 4 ഇൻറ്റു മിൽക്കിന്റെ ഫ്രാക്ഷൻ എത്രയാണോ അത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 1/5. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4/5. ഓക്കെ, അപ്പൊ 4/5 ആണ് മിൽക്കിന്റെ ക്വാണ്ടിറ്റി. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താ? റെസ്റ്റ് ഈസ് വാട്ടർ. 4 litersൽ 1/5 മിൽക്കാണ്. 1/5 കഴിഞ്ഞ് ബാക്കിത്തെ ഫുൾ എന്താണ്? വാട്ടർ തന്നെയാണ്. അപ്പൊ എത്രയുണ്ടാവും? 4/5 ആയിരിക്കും വാട്ടറിന്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. മിൽക്ക് 1/5 എന്ന് പറഞ്ഞ പോലെ തന്നെ വാട്ടറിന്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 4/5 ആയിരിക്കും. 4 litersൽ 4/5 ആയിരിക്കും വാട്ടർ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ 4ല്
എത്രയാണ് 1/5 ആണ് മിൽക്ക്. അപ്പൊ എന്ത് ചെയ്താൽ മതി 5 - 1 4. അപ്പൊ 4/5 എത്ര കിട്ടും 16/5. ഇതേപോലെ തന്നെ നമ്മൾ സെക്കൻഡിനെ കണ്ടുപിടിക്കുകയാണ്. സെക്കൻഡിലെ മിൽക്കിന് എത്രയായിരിക്കും 1/6 ആണ് മിൽക്ക്. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ 5 × 1/6 എന്ന് പറയുന്നത് 5/6. ഓക്കെ, പിന്നെ വാട്ടർ എന്ന് പറയുന്നത് എത്രയായിരിക്കും 6th ഒരു ഫ്രാക്ഷൻ ആണ് മിൽക്ക് ഉള്ളൂ. അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് 5/6 ആയിരിക്കും. അപ്പൊ 5 × 5/6 എന്ന് പറയുന്നത് 25/6. ഓക്കെ, ഇനി അവരെന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? ഇഫ് ദേ ആർ poured into a container with a capacity of 9 liters, അതിലുള്ള 9 ലിറ്റേഴ്സിലുള്ള ഈ മിൽക്കിന്റെയും വാട്ടറിന്റെയും സെപ്പറേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇതിന്റെ ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഇത് മനസ്സിലാക്കി എടുക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതിന്റെ ആൻസർ കിട്ടും എന്നുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് ഈ രണ്ടും 4 ലിറ്റേഴ്സും 5 ലിറ്റേഴ്സും കൂടി ഒരുമിച്ച് ഒരു 9 ലിറ്റേഴ്സ് കണ്ടെയ്നറിലോട്ട് ഒഴിച്ചേക്കുവാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഈ ടോട്ടൽ എന്ത് ചെയ്താൽ മതി, ഈ M1 M2 ആണ് ആഡ് ചെയ്ത് മെയിൻ ആയിട്ട് ഒരു കണ്ടെയ്നറിലോട്ട് ഒഴിച്ചേക്കുന്നത്. അപ്പൊ ആ ഒരു കണ്ടെയ്നറിൽ ഈ മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, M1 ഈ മിൽക്കിന്റെ ഈ ഒരു റേഷ്യോ പ്ലസ് സെക്കൻഡ് മിക്സറിലുള്ള ഈ ഒരു റേഷ്യോ അതെടുത്താൽ എന്ത് കിട്ടും, നമുക്ക് ടോട്ടൽ മിക്സറിലുള്ള മിൽക്കിന്റെ റേഷ്യോ കിട്ടും. അതേപോലെ തന്നെ ആ മെയിൻ ആയിട്ടുള്ള ആ കമ്പൈൻഡ് ആയിട്ടുള്ള മിക്സറിനകത്ത് വാട്ടറിന്റെ കണ്ടന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ ടോട്ടൽ കണ്ടന്റ് പ്ലസ് 25/6 ചെയ്താൽ നമുക്ക് അതിന്റെ വാല്യൂം കിട്ടും. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഇവിടെ 4/5 + 5/6. അപ്പൊ നമുക്ക് ഫ്രാക്ഷൻ LCM ഒക്കെ കണ്ട് ഫൈനൽ ആൻസർ ആണ് കേട്ടോ ഞാൻ പറയുന്നത് 49/30 ഈസ്റ്റു മിൽക്ക് ഈസ്റ്റ് വാട്ടർ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ മിൽക്കിന്റെ ഫസ്റ്റ് ഫ്രാക്ഷൻ എഴുതി. ഇനി വാട്ടർ എന്ത് ചെയ്താൽ മതി 16/5 + 25/6. അതും ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും 21/30. ഓക്കെ, ഇങ്ങനെ ഒരു റേഷ്യോ കിട്ടി. ഇതിൽ രണ്ടെണ്ണത്തിൽ രണ്ട് ലെഫ്റ്റിലും റൈറ്റിലും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് കളയാം. അപ്പൊ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് 49:221 ആണ്. ഓക്കെ, 49 A ആണ് അതിന്റെ ആൻസർ. ഈ ഒരു ആൻസർ ക്ലിയർ ആണ് എല്ലാവർക്കും? ചാറ്റി പറയാവോ? ഓക്കെ 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 ഓക്കെ, അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ആ ഒരു ഏരിയയിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് സെലക്ഷൻ ആ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യണതാണ് പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും. ഓക്കെ, ഇതിൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് എന്താ പറയുന്നത്, എ സെലക്ഷൻ ഈസ് ടു ബി മെയ്ഡ് ഫോർ 1 captain and 2 posts of vice captain amongst the 10 candidates in a team. Only 2 are eligible for the role of captain while they are all eligible for the role of vice captain. The number of possible combinations of selectees is. Possible combination ഇതാണ് നോക്കേണ്ടത് കേട്ടോ. നമ്പർ ഓഫ് പോസിബിൾ കോമ്പിനേഷൻസ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് കോമ്പിനേഷൻ ആണ്. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ രണ്ട് ടൈപ്പ് സെലക്ഷൻ ഉണ്ട്. അതിൽ കോമ്പിനേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇതിൽ പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും പറയുന്നില്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് കോമ്പിനേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സെലക്ഷൻ ടു ബി ഓക്കെ. ഇതിനകത്ത് നമുക്ക് ഒരു ക്യാപ്റ്റനും 2 വൈസ് ക്യാപ്റ്റനും ആണ് വേണ്ടത്. അതിൽ നമുക്ക് തന്നേക്കണ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ 10 ആണ്. ടോട്ടൽ 10 കാൻഡിഡേറ്റ്സിൽ നിന്ന് നമുക്ക് ഒരു ക്യാപ്റ്റനെയും വേണം, 2 വൈസ് ക്യാപ്റ്റനെയും വേണം. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താണ്, only 2 are eligible for the role of captain. ആ 10 പേരിൽ 2 പേര് മാത്രമാണ് ക്യാപ്റ്റനുള്ളൂ. ആ 2 പേരിൽ നിന്നാണ് നമുക്ക് ഒരു ക്യാപ്റ്റനെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് ഞാൻ കോമ്പിനേഷന്റെ ഇക്വേഷൻ ഒന്ന് കാണിച്ചു തരാം. NCR ആണ് കോമ്പിനേഷൻ ഇക്വേഷൻ കേട്ടോ. n factorial by r factorial into
n മൈനസ് ആർ ഫാക്ടോറിയൽ. ഓക്കെ, n എന്ന് പറയുന്നത് ടോട്ടലും ആർ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള നമ്പറുമാണ് കേട്ടോ. n ഫാക്ടോറിയൽ ബൈ ഈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആണ് കേട്ടോ അത്. ഓക്കെ, നമുക്ക് ഇവിടെ എന്താണ്? ഓക്കെ, അപ്പൊ 2 കാൻഡിഡേറ്റ്സ് ആണ് നമുക്ക് ക്യാപ്റ്റൻ ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമുക്ക് ടോട്ടൽ എത്ര പേരുണ്ട്? ഈ n എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പൊ 2C ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പേരെ ആവശ്യമുണ്ട്? ഈ 2 പേരും നമുക്ക് ഒരാളെയാണ് ആവശ്യമുള്ളൂ. അപ്പൊ 1 ഇൻറ്റു ഇത് നമ്പർ ഓഫ് പോസിബിൾ, അതായത് ക്യാപ്റ്റന്റെയും വൈസ് ക്യാപ്റ്റന്റെയും സെലക്ഷന്റെ കമ്പൈൻഡ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? ഇതിപ്പോ നമ്മൾ കണ്ടുപിടിച്ചത് ക്യാപ്റ്റന്റെ സെലക്ട് ചെയ്യാനുള്ള കോമ്പിനേഷൻ ആണ്. ഇനി അതേപോലെ തന്നെ വൈസ് ക്യാപ്റ്റന്റെ എടുക്കണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? കമ്പൈൻഡ് റിസൾട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും ഇൻറ്റു. ഓക്കെ, ഇനി നമ്മൾ വൈസ് ക്യാപ്റ്റൻ എടുക്കണം. വൈസ് ക്യാപ്റ്റൻ അവര് ഇത്ര പേരുന്നൊന്നും പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഈ 10 കാൻഡിഡേറ്റ്സിൽ നിന്ന് തന്നെ 2 പേരെ വൈസ് ക്യാപ്റ്റൻ ആയിട്ട് സെലക്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 10 ആയിരിക്കും. നമുക്ക് ആവശ്യമുള്ളത് എത്ര പേരാ? 2 ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് 2 ഫാക്ടോറിയൽ 2C1 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 2 ഫാക്ടോറിയൽ ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 2 മൈനസ് 1 ഫാക്ടോറിയൽ. അപ്പൊ നമുക്ക് 2 കിട്ടും. അത് ഞാൻ ചെയ്ത് കാണിക്കണോ? ഫാക്ടോറിയൽ കാണുന്നത് എല്ലാവർക്കും അറിയാം. ഫാക്ടോറിയൽ കാണാൻ അറിയത്തില്ലേ? ഫാക്ടോറിയൽ കാണാൻ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ 2C1 2 ഫാക്ടോറിയൽ ബൈ 1 ഫാക്ടോറിയൽ 2 മൈനസ് 1 ഫാക്ടോറിയൽ. അപ്പൊ നമുക്ക് കട്ട് ചെയ്തൊക്കെ കഴിയുമ്പോൾ 2 വരും ഇൻറ്റു. അതേപോലെ തന്നെ 10C2 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 10 മൈനസ് 2 ഫാക്ടോറിയൽ. അപ്പൊ 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 8 ഫാക്ടോറിയൽ വരും. അപ്പൊ നമുക്ക് 90/2 വരും. 2ഉം 2ഉം ക്യാൻസൽ ആയി പോയി. നമുക്ക് എത്രയുണ്ട് വാല്യൂ? 90. അപ്പൊ നമ്മുടെ നമ്പർ ഓഫ് സെലക്ഷൻസ് എന്ന് പറയുന്നത് 90 ആണ്. ഓപ്ഷൻസിൽ ഉണ്ടോ നോക്കാം. ഓപ്ഷനിൽ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നൺ ഓഫ് ദിസ്. ഓക്കെ, ഈ ആൻസർ സോറി ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയോ? പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ. ഓക്കെ ഓക്കെ, അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. ഓക്കെ, ഇനി വരുന്നത് ഒരു ഡേറ്റ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 2010 ഈ ഒരു ഡേ എന്ന് പറയണത്, സോറി ജാനുവരി 1 എന്ന് പറയണത് ഇന്ന ഒരു ഡേ ആയിരുന്നു. അപ്പൊ നെക്സ്റ്റ് ഇയറിൽ ആ സെയിം ഡേ എന്തായിട്ടായിരിക്കും വരുന്നത്? അങ്ങനെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് തന്നേക്കുന്നത്? January 1st 2007 was Monday. What day of the week lies on January 1st 2008? ഇങ്ങനെ തന്ന നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? നമുക്ക് തന്നേക്കുന്ന ഡാറ്റ ഏത് ഇയർ ആണെന്ന് നോക്കണം. 2007. ഈ തന്നേക്കുന്ന ഇയർ ലീപ് ഇയർ ആണോ അല്ലയോ എന്ന് നോക്കണം. ലീപ് ഇയർ എന്ന് വെച്ചാൽ എന്താണ്? ഡിവിസിബിൾ ബൈ 4 അല്ലെ? ഡിവിസിബിൾ ബൈ 4 ആണ് ലീപ് ഇയർ. അതില് ലീപ് ഇയറിൽ വരുന്ന പ്രത്യേകത എന്താണ്? അതില് നമുക്ക് സാധാരണ 365 ഡേയ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ലീപ് ഇയർ ആവുമ്പോൾ 366 ഡേയ്സ് ഉണ്ടാവും. ഓക്കെ, സോറി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 2007 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ലീപ് ഇയർ അല്ല. അപ്പൊ നമുക്ക് അവിടെ വരുമ്പോ എന്ത് പറ്റും? 52 വീക്സ്. സാധാരണ ഒരു ഇയർ ആണെങ്കിൽ, ലീപ് ഇയർ അല്ലാത്ത ഒരു ഇയർ ആണെങ്കിൽ നമുക്ക് അവിടെ എന്തുണ്ടാവും? 52 വീക്സും പ്ലസ് ലീപ് ഇയർ അല്ലെങ്കിലാണ് കേട്ടോ. ലീപ് ഇയർ അല്ലാത്തതാണെങ്കിൽ 2 ഓഡ് ഡേയും കൂടി വരും. നോട്ട് എ ലീപ് ഇയർ ആണെങ്കിൽ. അഥവാ ലീപ് ഇയർ ആണെങ്കിലോ 52 വീക്കും 1 ഓഡ് ഡേ ആയിരിക്കും വരുന്നത്. ഇത് ഈ ഒരു ഇക്വേഷൻ ആവശ്യമുണ്ട് എല്ലാവർക്കും. നോട്ട് ലീപ് ഇയറിൽ വരുന്നത് ഓഡ് ഡേ ആയിരിക്കും. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തന്നേക്കുന്ന ഇയർ ലീപ് ഇയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. 2007 എന്ന് പറയുന്നത് ലീപ് ഇയർ ആണോ അല്ലയോ? യെസ് ആണോ? ലീപ് ഇയർ ആണോ? 2007 ലീപ് ഇയർ ആണോ? അല്ല. ഓക്കെ, ലീപ് ഇയർ അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നോട്ട് എ ലീപ് ഇയർ ആണ്. അപ്പൊ
നോട്ട് എ ലീപ്പ് ഇയർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഓ സോറി കേട്ടോ, ഇത് തിരിച്ചാണേ. നോട്ട് ലീപ്പ് ഇയർ ആകുമ്പോൾ ഒരു ഓൾറെഡിയും, ലീപ്പ് ഇയർ ആകുമ്പോൾ 2 ഓൾറെഡി ആണ് കേട്ടോ. കാരണം ഇത് 365ഉം ഇത് 366ഉം ആണ്. ഓക്കെ, ആ ഒരു വ്യത്യാസമാണേ. ഓക്കെ, 1 ഓൾറെഡി ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ തന്നേക്കുന്നത് നോട്ട് എ ലീപ്പ് ഇയർ ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഒരു ഓൾറെഡി ആണ് എക്സ്ട്രാ വരുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇയറിലെ ഈ സെയിം ഡേറ്റിലെ ഡേ എന്തായിരിക്കും നോക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നോട്ട് എ ലീപ്പ് ഇയർ ആണ്. അപ്പൊ 1 ഓൾറെഡി ആണ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്നേക്കുന്ന ഈ ഡേ മൺഡേ പ്ലസ് നമ്മുടെ എത്ര ഓൾറെഡി ഉണ്ട്? നമുക്ക് ഇവിടെ 1 ഓൾറെഡി ആണുള്ളൂ. അപ്പൊ മൺഡേ പ്ലസ് 1 ചെയ്യാം. അപ്പൊ ട്യൂസ്ഡേ ആണ്. ട്യൂസ്ഡേ ആയിരിക്കും January 1st, 2008 ഡേ എന്ന് പറയുന്നത്. അതിന് പകരം ഇവിടെ എന്താണ്, ഒരു 2008 ഒക്കെയാണ്, 2000 ഏതെങ്കിലും ലീപ്പ് ഇയർ തന്നിട്ട് അത് മൺഡേ ആണെന്ന് പറയണത് എന്ത് ചെയ്യണം? മൺഡേ പ്ലസ് എത്ര ഓൾറെഡി ഉണ്ട്? 2 ഓൾറെഡി ഉണ്ട്. അപ്പൊ മൺഡേ പ്ലസ് 2 ചെയ്യുമ്പോൾ ട്യൂസ്ഡേ, വെനസ്ഡേ ആയിരിക്കും നെക്സ്റ്റ് ഇയറിലെ ആ ഒരു ഡേയിൽ വരുന്ന ഇത്. മനസ്സിലായോ? ആ, മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരു ഫ്രാക്ഷൻ ടൈപ്പ് ആണ്, എന്നാലും വേറൊരു ഏരിയ ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ഒരു ഓക്കെ, എ മാൻ സ്പെൻസ് 2/5 of his salary on house rent, 3/10 of his salary on food, and 1/8 of his salary on conveyance. If he has rupees 1,400 left with him, find his expenditure on food and conveyance. ഓക്കെ, ഇത് സാലറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആളുടെ എവിടേക്കാണ് എക്സ്പെൻഡിച്ചർ പോണതെന്ന് നോക്കാം. 2/5 ആളുടെ ഓവറോൾ സാലറിയിൽ 2/5 എന്ന് പറയുന്നത് ഹൗസ് റെന്റിൽ പോണു, 3/10 എന്ന് പറയുന്നത് ഫുഡിൽ പോണു, 1/8 കൺവെയൻസിൽ പോണു. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ ഫുഡും കൺവെയൻസിലെയും ഒരു എക്സ്പെൻഡിച്ചർ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ. ഓക്കെ, നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ഈ എക്സ്പെൻഡിച്ചർ ഒക്കെ മൈനസ് ചെയ്ത് കളഞ്ഞിട്ട് ഏകദേശം എത്ര റുപ്പീസ് ആണ് നമുക്ക് ഉണ്ടാവാന്ന് ഒന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് സാലറി ലെഫ്റ്റ് എന്ന് പറയണത് എന്താണ്? നമുക്ക് ടോട്ടൽ സാലറി എന്ന് പറയണത് നമ്മൾ ജസ്റ്റ് ഒന്ന് 1 ആയിട്ട് കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ 1 മൈനസ് 1ൽ നിന്ന് എത്രയൊക്കെ പോവും? ഈ 2/5ഉം 3/10ഉം 1/8 ഒക്കെ പോവും. 2/5 പ്ലസ് 3/10 പ്ലസ് 1/8. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് 1 മൈനസ് 33/40 വരും എന്ന് പറയുന്നത് 7/40 ആണ്. 7/40 ഓഫ് ഈ സാലറി ആണ് ആളുടെ ബാലൻസ് ഉള്ളൂ. ഓക്കെ, ആളുടെ ടോട്ടൽ സാലറി എന്ന് പറയുന്നത് എന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്? ടോട്ടൽ സാലറി എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണ് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ ടോട്ടൽ സാലറിയിൽ 7/40 ആണ് ബാലൻസ് ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ടോട്ടൽ സാലറി നമ്മൾ എന്താ കൺസിഡർ ചെയ്തേണേ? എക്സ് ആണ്. എക്സില് 7/40 ആണ് ആളുടെ ബാലൻസ് ഉള്ളൂ. ആളുടെ എത്ര ബാലൻസ് ഉണ്ട്? 1,400. അപ്പൊ 7/40 കഴിഞ്ഞിട്ട് എക്സിൽ എന്തുണ്ട്? 1,400 ഉണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 7/40 ഇൻറ്റു 7/40 ആണ് കേട്ടോ ആളുടെ ബാലൻസ് എക്സ്പെൻഡിച്ചർ കിടക്കുന്നത്. ഇൻറ്റു എക്സ് ഈക്വൽ ടു എത്രയാണ് ആളുടെ ഉള്ളത്? 1,400 ആണ് കേട്ടോ. ടോട്ടൽ സാലറിയിൽ 7/40 ആണ് ആളുടെ ഉള്ളൂ. നമ്മുടെ ഉള്ള സാലറി ടോട്ടൽ സാലറി എക്സ് ആണ്. അപ്പൊ എക്സില് 7/40 ആണ് ബാലൻസ്. അത് ഓൾറെഡി തന്നിട്ടുണ്ട് നമുക്ക് 1,400 ആണെന്ന്. ഓക്കെ, ഇനി അത് നമുക്ക് ഇത് സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ എടുക്കുമ്പോൾ എന്ത് പറ്റും? എക്സ് ഈക്വൽ ടു 1,400 ഇൻറ്റു 40. ഇത് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഇൻറ്റു ആണല്ലോ പറഞ്ഞിട്ടല്ലോ. ഓക്കെ, 1,400 ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 7 വരും. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ 8,000 എന്ന് വരും കേട്ടോ. 8,000. അപ്പോ 8,000 ആണ് നമ്മൾ എക്സ് കണ്ടുപിടിച്ചു. ആളുടെ ടോട്ടൽ സാലറി എന്ന് പറയുന്നത് 8,000 ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി?
ആളുടെ ഫുഡിലും കൺവെയൻസിലും ഉള്ള എമൗണ്ട് എത്ര പോകുന്നുണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് ഓൾറെഡി അറിയാം ഫുഡിൽ പോണത് എത്രയാണ്, 3/10 ആണ് ഫുഡിൽ പോണത്. 3/10 ആണ് ഫുഡിൽ പോണത്. അപ്പൊ എന്ത് ചെയ്താൽ മതി, 3/10 ഇത് ടോട്ടൽ സാലറി എക്സ് നമ്മൾ കണ്ടുപിടിച്ചു 8,000 ആണ്. അപ്പൊ ടോട്ടൽ സാലറിയിലെ 3/10 ആണ് ആളുടെ ഫുഡിൽ പോണത്. അപ്പൊ ഇതൊക്കെ കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് എത്ര വരും, 240. ഓക്കെ, ₹240 ആണ് ആൾക്ക് ഫുഡിൽ പോണത്. അതേപോലെ എന്താ കൺവെയൻസ് കണ്ടുപിടിക്കാൻ, കൺവെയൻസ് എന്താ 1/8 ആണ്. അപ്പൊ നമ്മുടെ ടോട്ടൽ സാലറിയിലെ 1/8 എത്ര വരും, കട്ട് ചെയ്ത് കളയുമ്പോൾ 1000. അപ്പൊ എത്രയാണ്, 240,000 ആണ് നമുക്ക് കിട്ടേണ്ട വാല്യൂ. ആ ഒരു ഓർഡറിലായിരിക്കും, തിരിച്ചു മറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടാവും, നോക്കി കണ്ടുപിടിക്കണം കേട്ടോ. 240,000 ഇത് മനസ്സിലായോ സാലറി? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടി പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇനി വരുന്നത് നമുക്ക് ഏകദേശം ഒരു ടൈം കുറവാണ്. അപ്പൊ നെക്സ്റ്റ് ഒരു നോക്കാം. ഓക്കെ, ഇനി വരുന്നത് ഒരു ക്ലോക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. ക്ലോക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആംഗിൾ കണ്ടുപിടിക്കാനായിരിക്കും മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ ക്ലോക്കിന് റിലേറ്റഡ് ആയിട്ടുള്ളത് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ 2 ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് വെൻ ദ ടൈം ഈസ് 25 minutes past 7 o'clock? ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. 25 minutes past 7 o'clock എന്നാണ്. അപ്പൊ 7 o'clock കഴിഞ്ഞ് പിന്നെയും 25 minutes എടുത്തു എന്നാണ്, അല്ലാണ്ട് 7 ആവാൻ 25 minutes എന്നല്ല കേട്ടോ. അതിന് വായിക്കുമ്പോൾ സൂക്ഷിച്ച് വായിക്കണം. ചിലർ ഇത് 6:35 വന്ന് വിചാരിക്കും, 7 ആവാൻ 25 മിനിറ്റ് ഉണ്ടെന്ന് ചിലർ വിചാരിക്കും. അപ്പൊ 6:35 വന്ന് ചിലർ വിചാരിക്കും. ചിലർ ഇത് ഡയറക്റ്റ് 7:25 ആണ്. അപ്പൊ 6:35 ആണെന്ന് വിചാരിക്കരുത്, 7:25 ആണ് കേട്ടോ നമ്മുടെ. ഓക്കെ, അത് 6:35 എപ്പോ വരും, 25 minutes to 7 o'clock എന്ന് പറയുവാണെങ്കിൽ നമുക്ക് 6:35 ആണ്. ഇതിപ്പോ നമുക്ക് 25 minutes past 7 o'clock ആണ്. അപ്പൊ നമ്മുടെ ടൈം എന്ന് പറയുന്നത് 7:25 ആണ്. ഓക്കെ, ഇനി ഈ ഒരു എന്താണ് ഇതൊന്നും മനസ്സിലാക്കിയെടുത്താൽ നമുക്ക് ഡയറക്റ്റ് ഒരു ഇക്വേഷൻ ഇട്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ ആംഗിൾ കണ്ടുപിടിക്കും. അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് തീറ്റ ഈക്വൽ ടു തീറ്റ ആണ് കേട്ടോ. ആംഗിൾ 30 hours, എച്ച് എന്ന് പറയുന്ന അവർ ആണ്, മൈനസ് 11/2 minutes. 30 hours മൈനസ് 11/2 minutes. ഓക്കെ, അപ്പൊ നമ്മുടെ അവേഴ്സ് എത്രയാണ് തന്നേക്കുന്നത്, 7 ആണ് കേട്ടോ. 7 ആണ് നമ്മുടെ അവേഴ്സ്. അപ്പൊ 30 into 7 മൈനസ് 11/2 into മിനിറ്റ്സ് എത്രയാണ്, 25 ആണ്. ഓക്കെ, സോൾവ് ചെയ്യാനൊന്നും നിങ്ങൾ പഠിപ്പിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് 210 275/2 210 minus 275/2. ഓക്കെ, അപ്പൊ നമുക്ക് 5/2 കിട്ടും. ഇത് ഡയറക്റ്റ് ഡിവൈഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് കിട്ടുന്നത് അറിയായിരിക്കും. 7 ആണ്, 14 ആണ്, 0 5 എടുക്കുമ്പോൾ 2 4 1. ഓക്കെ, നമുക്ക് മുകളില് ആൻസർ 72 ആണ്. അപ്പൊ എന്തായിരിക്കും, 72 റിമൈൻഡർ 1 ഡിവൈഡഡ് ബൈ എത്രയായിരിക്കും, 2 ആയിരിക്കും കേട്ടോ. 7 1/2 ഡിഗ്രീസ് ആയിരിക്കും നമ്മുടെ ആൻസർ. ഡിഗ്രി കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്, സിമ്പിൾ ആണ്. 72 1/2 ആണ് നമ്മുടെ ഡിഗ്രി. മനസ്സിലായോ എല്ലാവർക്കും? സിമ്പിൾ ആണ്. ഓക്കെ,
ഓക്കെ. പിന്നെ വരുന്ന ഒരു ടൈപ്പാണ് കോഡ് ചെയ്ത് വെച്ചേക്കണത്. കോഡ് ചെയ്ത് വെച്ചേക്കണെന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ തന്നെ ഡയറക്റ്റ് എടുത്ത് നോക്കാം, അതായിരിക്കും നല്ലത്. ഇഫ് മാത്ത് ഈസ് കോഡഡ് ആസ് RFYM, then what is the code for physics? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇതൊന്ന് എഴുതി നോക്കാം. മാത്ത് ആണ് കേട്ടോ, മാത്ത് MATH. മാത്തിന് എന്തായിട്ട് കോഡ് ചെയ്തിക്കണെന്ന് പറഞ്ഞേ? RFYM. RFY. ഈ ഒരു എന്താണ്, എമ്മിനെ ആറാക്കി, എനെ F ആക്കി, ടീനെ Y ആക്കി, Hനെ M ആക്കി. ഈ ഒരു സീക്വൻസ് കണ്ടിട്ട് എന്തെങ്കിലും ഒരു കോമൺ ഫാക്ടർ ഇതിൽ കാണുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? ഈ ഒരു സീക്വൻസ് കണ്ടിട്ട് എമ്മിനെ ആറാക്കി ആർക്കെങ്കിലും? M+5. ഓക്കെ, 4 letters difference. ഓക്കെ, അത് തന്നെ സംഭവം. ഓക്കെ, 5 letters ആണ്. ഓക്കെ, M കഴിഞ്ഞ് 5th letter ആണ് R എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ഫിസിക്സ് ഇതേപോലെ തന്നെ P കഴിഞ്ഞ് 5th letter ആയിരിക്കും Pനെ കോഡ് ചെയ്യാൻ എടുക്കുന്നത്. Pയുടെ 5th letter എന്ന് പറഞ്ഞാൽ U ആണ്. Hന്റെ 5th letter M ആണ്. M എന്ന് പറയുന്നത് D ആയിരിക്കും. S എന്ന് പറയുന്നത് X ആയിരിക്കും. I എന്ന് പറയുന്നത് N ആയിരിക്കും. C എന്ന് പറയുന്നത് H ആയിരിക്കും. എന്ന് പറയുന്നത് X ആയിരിക്കും. ഓക്കെ, ഇതിപ്പോ ഡിഫറൻസ് 5 ആണെന്ന് നമുക്ക് ഡയറക്റ്റ് മനസ്സിലായി. അപ്പൊ ഈ ഒരു മെത്തേഡ് ആയിരിക്കും. ഇതിപ്പോ ചിലപ്പോ +5 ചെയ്തിട്ട് ചിലപ്പോ 6, 5, 3, 2 ആ ഒരു ഓർഡറിലായിരിക്കും ചിലപ്പോ ഡിഫറൻസ് എടുക്കുന്നത്. ഇതിപ്പോ ഈ 4 എണ്ണത്തിന്റെ ഡിഫറൻസ് 5 തന്നെയാണ്. അപ്പൊ ആ ഒരു എന്താണ് അതിൽ എന്താണ് കണ്ടന്റ് ആയിരിക്കും മാറാൻ ചാൻസ് ഉള്ളൂ. ഈ ഒരു ചിലപ്പോൾ പ്ലസ് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാനായിരിക്കും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതാണ് ഈ കോഡഡ് ഈ ഒരു സംഭവത്തിൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. ഇത് മനസ്സിലായോ എല്ലാവർക്കും? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ഇനി വരുന്നത് ഒരു ലോജിക്കൽ റീസണിങ്ങില് അതുമായിട്ട് കണക്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് എന്താണ് നോക്കാനേ. ഓക്കെ, പോയിന്റിംഗ് ടു എ ഗേൾ ഇൻ ദ ഫോട്ടോഗ്രാഫ്, അമർ സെഡ് ഹെർ മദേഴ്സ് ബ്രദർ ഈസ് ദ ഓൺലി സൺ ഓഫ് മൈ മദേഴ്സ് ഫാദർ. ഹൗ ഈസ് ദ ഗേൾസ് മദർ റിലേറ്റഡ് ടു അമർ? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും നമ്മളത് ഒന്ന് എഴുതിയെടുത്താൽ സംഭവം സിമ്പിൾ ആണ്. ഇതാർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഒറ്റയടിക്ക് കണ്ടിട്ട് ആൻസർ പറയാൻ പറ്റുമോ? ഡയറക്റ്റ് പറയാൻ തോന്നുന്നതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഒരു ഗസ്. ആരുമില്ല? ഓക്കെ, അങ്ങനെയാണ് ഞാൻ തന്നെ പറയാം. ഓക്കെ, ബ്രദർ. ഓക്കെ, ഓക്കെ ഓക്കെ ആ ഓക്കെ, മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണ് ഞാൻ തന്നെ പറയാം. ആരും പറയുന്നില്ലല്ലോ. ഓക്കെ, പോയിന്റ് ടു എ ഗേൾ ഫോട്ടോ. ഓക്കെ, അമർ സെഡ് ഹെർ മദേഴ്സ്. അതിപ്പോ ഞാനിപ്പോ ഒരു ഗേളിന് ജസ്റ്റ് ഒരു ഗേൾ ആയതുകൊണ്ട് ജീന്ന് കൊടുക്കണം കേട്ടോ. ഹെർ, ഓക്കെ, ആ ഗേളിന്റെ മദേഴ്സ് ബ്രദർ എന്ന് പറയുന്നത് അമറിന്റെ മദറിന്റെ ഫാദറിന്റെ ഒറ്റ മോനാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹെർ മദേഴ്സ് ബ്രദർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ ഗേളിന്റെ മദറിന്റെ ബ്രദർ, ഈ ബ്രദർ ആയിട്ടാണ് കണക്ഷൻ വരുന്നത്. ഓക്കെ, ഹെർ മദേഴ്സ് ബ്രദർ. ഓക്കെ, മദറിന്റെ ബ്രദർ ഈസ് ദ ഓൺലി സൺ ഓഫ് മൈ മദേഴ്സ് ഫാദർ. മൈ എന്ന് പറയുന്ന ആരായിരിക്കും ഇവിടെ? അമർ ആണ് കേട്ടോ. അപ്പൊ അമർ ആയതുകൊണ്ട് ഞാനിവിടെ അമർന്ന് കൊടുക്കാണ്. ഈസ് ദ ഓൺലി സൺ ഓഫ് മൈ മദേഴ്സ് ഫാദർ. അമറിന്റെ മദറിന്റെ ഫാദർ, അമറിന്റെ മദറിന്റെ ഫാദറിന്റെ ഒറ്റ മോനാണ് ഈ ബ്രദർ. അപ്പൊ ഈ
എന്താണ് ആരായിട്ടുള്ള റിലേഷൻഷിപ്പാ കണ്ടുപിടിക്കേണ്ടത്? ഈ ഒരു ഗേളും ഈ അമറും തമ്മിലുള്ള റിലേഷനെ കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗസ് അടിക്കാൻ തോന്നുന്നുണ്ടോ? ഓക്കെ, സിസ്റ്റർ ഈ ഒരു ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഗസ് അടിക്കാൻ തോന്നുന്നുണ്ടാ? മാറ്റി പറയാന്നുള്ളവർക്ക് മാറ്റി പറയാട്ടോ. ഗേളിന്റെ മദറിന്റെ ബ്രദറ് അമറിന്റെ മദറിന്റെ ഫാദറിന്റെ ഒറ്റ മോനാണ്. എനിക്ക് ഗസ്. ചിന്തിച്ചെടുത്ത ഇനി ഒന്നും എനിക്ക് പറയാനില്ല, ഡയറക്റ്റ് എനിക്ക് കാണിച്ചു തരാം എന്താണെന്ന്. ആർക്കെങ്കിലും ഗസ് അടിക്കാനുണ്ടാവും? ആ ഗേളിന്റെ അമ്മയുടെ ആങ്ങളെയാണ് അമറിന്റെ അമ്മയുടെ അച്ഛന്റെ ഒറ്റ മോൻ. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, ഞാൻ തന്നെ പറയാം. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത് കണ്ട, അമറും ഗേളും അപ്പൊ ഏതാണ്ട് ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. അമറിന്റെ അമ്മ, ഗേളിന്റെ അമ്മ. ഓക്കെ, ഇവർക്ക് രണ്ടുപേർക്ക് സെയിം ഒരേ ഈ ഇത് എന്ന് പറയുന്ന ഒരേ ലെവലായിരിക്കില്ലേ? ഈ ഫാദർ എന്ന് പറയുന്ന ആരായിരിക്കും? ഈ ബ്രദറിന്റെയും മദറിന്റെയും ഇപ്പൊ 2 സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കത്തില്ലേ? അല്ലേ? അപ്പൊ ആരായിരിക്കും? ഫാദറിന്റെ 2 മക്കളാണ് ആ ഗേളും അമറും. അപ്പൊ ആരായിരിക്കും? നമുക്കുള്ള ഓപ്ഷൻസ് മദർ, സിസ്റ്റർ ആൻഡ് ഗ്രാൻഡ് മദർ. എന്തായിരിക്കും? ഗേൾസ് അമ്മ, ആ ഗേളിന്റെ അമ്മ അമറായിട്ടുള്ള റിലേഷൻ ആണ്. ഓക്കെ, ആണ്ടാണ് കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. അത് പറഞ്ഞ എഴുതിയെടുക്കുക, ഇങ്ങനൊന്ന് നമുക്ക് വരച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ആൻസർ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ ഒന്നും ഇങ്ങനെ വരച്ചെടുക്കാനാണ് ഒരു ബുദ്ധിമുട്ടുള്ളത് കേട്ടോ. ആണ്ടാണ്, കറക്റ്റ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ഗേളിന്റെ അമ്മയുടെ, ഈ അമ്മയും മദറും അമറും തമ്മിലുള്ള റിലേഷൻ ആണ്. അമറിന്റെ ആരായിട്ട് വരും? ഈ മദർ ആണ്ടായിട്ട് വരും വരുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായോ? ഓക്കെ, ഇനി വരുന്നത് നമുക്കൊരു പ്രോഫിറ്റും ലോസും ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. A starts a business with rupees 3,500 and after 5 months B joins with A as his partner. Okay. After a year, the profit is divided in the ratio 2:3. What is B's contribution to the capital? ഇത് എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട് ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ എന്താ പറയുന്നത്? എ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു? 3,500. അത് കഴിഞ്ഞ് ഒരു 5 മാസം കഴിഞ്ഞപ്പോൾ ബി ജോയിൻ ചെയ്തു, ഈ എയോടൊപ്പം ബി ജോയിൻ ചെയ്തു. ആഫ്റ്റർ എ ഇയർ, ഇത് നമ്മൾ നോട്ട് ചെയ്യണം, ആഫ്റ്റർ എ ഇയർ. അപ്പൊ നമുക്ക് എത്ര മാസം? ഇതിപ്പോ ഓൾറെഡി ഇവർ 5 മന്ത്സിലാണ് ഇവർ തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 12 മന്ത്സ്, 12 മന്ത്സിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ്? എ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് 3,500 റുപ്പീസ് ആണ്. എത്ര നാളത്തേക്കുണ്ട് 3,500? എ എന്ന് പറയുന്നത് ഫുൾ സ്റ്റാർട്ടിങ് തൊട്ട് ആ ഒരു ഇയറിന്റെ അവസാനം വരെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഈ 3,500 എന്ന് പറയുന്നത് 3,500 എന്ന് പറഞ്ഞാൽ ഓരോ മാസം 3,500 ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ 12 മാസം ഫുൾ എ ഫുള്ളി ഇൻവോൾവ് ആയിട്ട് നിൽക്കുവാണ് ഇൻവെസ്റ്റ്മെന്റിൽ. അതേപോലെ തന്നെ ബി എപ്പോഴാണ് ജോയിൻ ചെയ്തേക്കുന്നത്? 5 മാസത്തിന് ശേഷം. എ ജോയിൻ ചെയ്ത 5 മാസത്തിന് ശേഷമാണ് ബി ജോയിൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ എപ്പോഴാണ്? 12 മാസത്തില് 5 മാറിക്കഴിഞ്ഞാൽ എത്രയാണ്? 7 മന്ത്സ് മാത്രമാണ് ബി ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നുള്ളൂ. ബിയുടെ എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. എത്ര മാസത്തേക്കുണ്ട്? 7 മാസം. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടാണ് നമുക്ക് ടോട്ടൽ നമ്മുടെ ബിയുടെ ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കാൻ ഉള്ളത്. ഇത് നമുക്ക് ഡയറക്റ്റ് എഴുതാം. ഈ എ എന്ന് പറയുന്ന 3,500 വെച്ച് 12 മാസം അടയ്ക്കുന്നുണ്ട്. അപ്പൊ എ ഏകദേശം ഒരു എന്താണ് എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കാണും? എന്ത് ചെയ്താൽ മതി?
നമ്മുടെ എമൗണ്ട് ഇൻറ്റു മന്ത് ചെയ്താൽ മതിയല്ലോ. എയുടെ ടോട്ടൽ കാണാൻ. എയുടെ ടോട്ടൽ എന്ന് പറയുന്നത് 3500 ഇൻറ്റു 12 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഓക്കെ, പിന്നെന്താണ് നമ്മുടെ ബിയുടെ ടോട്ടൽ എമൗണ്ട്. ബിയുടെ ടോട്ടൽ എമൗണ്ട് നമുക്ക് അറിയത്തില്ല, നമ്മളത് പി ആക്കി എടുത്തേക്കാണ് കേട്ടോ എമൗണ്ട്. അപ്പൊ പി ഇൻറ്റു എത്ര മാസത്തേക്കുണ്ട്? 7. കണ്ട, ബി ഇസ് ഇപ്പൊ നമുക്ക് ഓൾറെഡി റേഷ്യോ തന്നിട്ടുണ്ട്. പിന്നെ ആ കിട്ടിയേക്കുന്ന പ്രോഫിറ്റിൽ നിന്ന് അവർക്ക് എത്ര റേഷ്യോ പോകുന്നത്? 2:3 ആണ്. അപ്പൊ നമ്മൾ ഈ 3500 ഇൻറ്റു 12 ചെയ്തേക്കുന്നത് പ്രോഫിറ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താണ്? റേഷ്യോ തന്നിട്ടുണ്ട് 2:3 ആണ്. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇതിനെ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തിട്ട് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 2:3 ആണ്. അപ്പൊ 3500 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ പി എന്ന് പറയുന്നത് ബി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഇൻറ്റു എത്ര മാസം? 7 മന്തിലേക്കേ ഉള്ളൂ. അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 2/3 ആണ്. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് നമ്മുടെ പിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് സോൾവ് ചെയ്ത് തരുമ്പോൾ നമുക്ക് 14p ഈക്വൽ ടു കിട്ടും. അതിൻ്റെ അകത്ത് പി എന്ന് പറയുന്നത് 9000 ആയിരിക്കും. സാധാ സിംപ്ലിഫിക്കേഷൻ ആണ് കേട്ടോ, അത് ഞാൻ കൂടുതൽ എടുക്കുന്നില്ല, നമുക്ക് കുറച്ച് എടുക്കാനുള്ളത് കൊണ്ട്. അപ്പൊ 9000 ആയിരിക്കും നമുക്ക് എന്താണ് ബിയുടെ കോൺട്രിബ്യൂഷൻ. ക്യാപിറ്റലിലോട്ട് ബിക്കുള്ള കോൺട്രിബ്യൂഷൻ 9000 ആയിരിക്കും. ഇത് ആർക്കെങ്കിലും തിരിച്ച് ഒന്നുകൂടി എടുക്കണമെന്ന് ഉണ്ടോ? മനസ്സിലായോ ഈ ക്വസ്റ്റ്യൻ? ഓക്കെ, ഇനി വേറെ നോക്കാം. ഓക്കെ, ഇനി വർക്ക് ഡണ്ണും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇനി കാണുന്നത് നിങ്ങൾ. ഓക്കെ, അതിൽ നമുക്ക് എന്തുണ്ട്? എ, ബി ആൻഡ് സി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 30, 45, 90 days respectively. In how many days can A alone do the work if he is assisted by B and C on every 4th day? ഓക്കെ, അപ്പൊ എയുടെ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 30 days. ഒരു പീസ് ഓഫ് വർക്ക് 30 ഡേയ്സിനുള്ള എ കംപ്ലീറ്റ് ചെയ്യും. ഇത് ബി തന്നെ 45 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യും. സി തന്നെ 90 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യും. നമ്മളോട് ചോദിച്ചേക്കണത് എ സ്റ്റാർട്ട് ചെയ്യുവാണ് വർക്ക്. ഓക്കെ, അത് കഴിഞ്ഞ് 4th ഡേയിലും എല്ലാ 4th ഡേയിലും മാത്രമാണ് ബിയും സിയും എയുടെ ഒപ്പം ജോലി ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോ ഫസ്റ്റ് 3 ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് 3 ഡേ എ തന്നെ വർക്ക് ചെയ്യും. അതിന് 4th ഡേയിലാണ് ബിയും സി വരുന്നുള്ളൂ. പിന്നെയും 3 ദിവസം എ തന്നെ വർക്ക് ചെയ്യും. പിന്നെ 4ാമത്തെ ദിവസം ബിയും സിയും കമ്പൈൻ ചെയ്യും. അങ്ങനെ ആ സൈക്കിള് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ ഇതിന്റെ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത് ഒരു ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കണം. ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് നമുക്ക് ഓരോരുത്തരുടെ സെപ്പറേറ്റ് വർക്ക് ഡൺ തന്നിട്ടുണ്ട് 30, 45, 90. അതിന്റെ LCM എടുത്താൽ മതി. LCM ഓഫ് 30, 45, 90. ഓക്കെ, അപ്പൊ നമുക്ക് 90 തന്നെയായിരിക്കും വരുന്നത്. ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് 90 യൂണിറ്റ്സ് ആണ് കേട്ടോ. വർക്ക് ഡൺ നമ്മൾ യൂണിറ്റ്സിലാണ് എഴുതുന്നത് കേട്ടോ, അതിന്റെ യൂണിറ്റ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? 90 ആണ് ടോട്ടൽ വർക്ക് ഡൺ. ഇനി നമുക്ക് ഓരോരുത്തരുടെയും ഓരോ ദിവസം ഏകദേശം എത്ര വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കണം. ഇതിപ്പോ അവർക്ക് തന്നെയാണ് ഇത്ര ദിവസം 30 ഡേയ്സിനുള്ളിൽ ആ വർക്ക് തീരുന്നതാണ്. അപ്പൊ ഒരാൾ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യുന്നുണ്ടെന്ന്, എത്ര യൂണിറ്റ് ഓഫ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എയുടെ കണ്ടുപിടിക്കാൻ വേണം കേട്ടോ. എയുടെ എത്ര വർക്ക് ഡൺ ചെയ്തു എന്ന് വെച്ചാൽ അവരുടെ എഫിഷ്യൻസി തന്നെയാണ് കേട്ടോ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ നമ്മൾ മുകളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് 90 ഡിവൈഡഡ് ബൈ എത്ര ദിവസത്തിനകം, ടൈം ലിമിറ്റ് എത്ര? 30 ഡേയ്സിനുള്ളിൽ എ കംപ്ലീറ്റ് ചെയ്യുന്ന പറഞ്ഞത്. അപ്പൊ 90 ഡിവൈഡഡ് ബൈ 30 ചെയ്യാം. അപ്പൊ നമുക്ക് 3 യൂണിറ്റ്, ഒരു ദിവസം 3 യൂണിറ്റ് ഓഫ് വർക്കാണ് എ ചെയ്യുന്നത്. അതേപോലെ തന്നെ ബി കണ്ടുപിടിക്കുമ്പോൾ എന്തുവരും? 90 ടോട്ടൽ ഡിവൈഡഡ് ബൈ 45. അപ്പൊ നമുക്ക് 2 യൂണിറ്റ് പെർ ഡേ കിട്ടും. അതേപോലെ തന്നെ ബി ആണ്. സി കണ്ടുപിടിക്കുമ്പോൾ എന്തുവരും? 90 ഡിവൈഡഡ് ബൈ 90.
1 യൂണിറ്റ് പെർ ഡേ. 3 to 1, A 3 യൂണിറ്റ് പെർ ഡേ, B 2 യൂണിറ്റ് പെർ ഡേ, C എന്ന് പറയുന്നത് 1 യൂണിറ്റ് പെർ ഡേ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആ ലോജിക്ക് വർക്ക് ചെയ്യാം. എന്താണ്? ഫസ്റ്റ് ടോട്ടൽ വർക്ക്, ഒരു 4 ദിവസത്തെ ഫസ്റ്റ് വർക്ക് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. 4 ദിവസത്തെ. അപ്പോ 4 ദിവസത്തെ നമ്മൾ കണ്ടുപിടിക്കണേ എങ്ങനെയാണ്? 4 days കണ്ടുപിടിക്കണേ എന്ത് ചെയ്ത്? എ എത്ര ദിവസം ഉണ്ട്? 4 ദിവസം ഉണ്ട്. പക്ഷെ 3 ദിവസമാണ് എലോൺ നിൽക്കുന്നുള്ളൂ. തന്നെ വർക്ക് ചെയ്യുന്നത് 3 ദിവസമാണ്. ഓക്കെ, എയുടെ 3 ദിവസം പ്ലസ് എന്താണ്? എയും ബിയും സിയും കമ്പൈൻ ചെയ്ത് 1 ദിവസം. അപ്പൊ 3 + 1 4. അപ്പൊ 4 ദിവസത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും ഇതിന്റെ വർക്ക് ഡൺ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 3 × എ മാത്രം 3 ആണ്. 3 2 1 ആയിരുന്നില്ലേ നമ്മുടെ എഫിഷ്യൻസി കണ്ടുപിടിച്ചത്? പ്ലസ് ഓഫ് വർക്ക് ആണ് ചെയ്യുന്നു. പിന്നെ വരുന്ന ദിവസം എയും ബിയും കമ്പൈൻ ചെയ്യുന്നു. എക്സ്ക്യൂസ് മീ അനു, പിന്നെയും 3 ദിവസം സൈക്കിള്. ഹലോ, ആരാണ് പറഞ്ഞത്? ഞാൻ അനുമോളായിരുന്നേ, ബ്രേക്ക് ആയി പോകുന്നുണ്ട്. ആണോ? ഓക്കെ ഓക്കെ. ഓ, അപ്പൊ എന്നിട്ട് കേട്ടിട്ടില്ല അല്ലെ? ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ഓക്കെ. ഓക്കെ, ഞാൻ കൂടി പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കണം. ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇവരുടെ ഓരോ ദിവസത്തെ സെപ്പറേറ്റ് ഡേയ്സാണ് തന്നേക്കുന്നത്. ഓരോ ദിവസത്തെ വർക്ക് എത്ര ദിവസത്തിനുള്ളിൽ അവർ തന്നെ വർക്ക് ചെയ്യുമ്പോൾ എത്ര ദിവസത്തിനകം ആ ഒരു വർക്ക് തീരുന്നതാണ് ഈ 30, 45, 90 അവർ തന്നേക്കുന്നത്. ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 3 എണ്ണത്തിന്റെയും LCM എടുത്താൽ മതി. 30, 45, 90. അപ്പൊ നമുക്ക് എത്ര LCM വരും? 90 വരും. ഓക്കെ, ഇതാണ് ടോട്ടൽ വർക്ക് ഡൺ. 90 യൂണിറ്റ്സ് ആണ് അവരുടെ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ഇനി എന്താണ്? ടോട്ടൽ വർക്ക് ഡൺ കിട്ടി. ഇനി ഇവർ അവർക്ക് ഓരോ ദിവസം ഏകദേശം എത്ര യൂണിറ്റ് വർക്ക് ഓരോരുത്തരും ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഓരോരുത്തരുടെയും എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ വർക്ക് ഡൺ നമ്മൾ മുകളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് 90. അപ്പൊ 90 ഡിവൈഡഡ് ബൈ എയുടെ വർക്ക് ഡൺ എത്രയാണ്? 30 ദിവസത്തേക്ക്. 30 ദിവസം കൊണ്ടാണ് തന്നെ വർക്ക് ചെയ്തെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ 90 ഡിവൈഡഡ് ബൈ 30 ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് 90 ഡിവൈഡഡ് ബൈ 30 ചെയ്യുമ്പോൾ 3 യൂണിറ്റ് പെർ ഡേ. 3 യൂണിറ്റ് പെർ ഡേ ആണ് എ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു ദിവസം 3 യൂണിറ്റ് ഓഫ് വർക്കാണ് എ ചെയ്യുന്നത്. അതേപോലെ തന്നെ ബിയുടെ കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ 90 ഡിവൈഡഡ് ബൈ 45 ആണ് കേട്ടോ ബിയുടെ. ഓക്കെ, അപ്പൊ അത് കഴിയുമ്പോൾ 2 യൂണിറ്റ് പെർ ഡേ കിട്ടും. അതേപോലെ തന്നെ സി കണ്ടുപിടിക്കാൻ പറ്റൂലോ. 90 ഡിവൈഡഡ് ബൈ 90 ചെയ്താൽ നമുക്ക് 1 യൂണിറ്റ് പെർ ഡേ. ഇതാണ് ഇവരുടെ 3 പേരുടെയും എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇത്ര വർക്ക് വെച്ചിട്ടാണ് അവർ ഓരോരുത്തരും ചെയ്യുന്നത്. ഇനി നമുക്കറിയാം ഇവര് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ ആദ്യത്തെ 3 ദിവസം എ വർക്ക് ചെയ്യും. അതിന് 4ാമത്തെ ദിവസം മാത്രമാണ് ബിയും സിയും എയുടെ കൂടെ ചേരത്തുള്ളൂ. അപ്പൊ 3 ദിവസം എ തന്നെ വർക്ക് ചെയ്തിട്ട് 4th ഡേ എന്ന് പറയുന്നത് എയും ബിയും സിയും കമ്പൈൻ ചെയ്തിട്ടാ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിന് പിന്നെയും 3 ദിവസം എ തന്നെ വർക്ക് ചെയ്യും. 4th ഡേ എയും ബിയും സിയും കമ്പൈൻ ചെയ്യും. അപ്പൊ ആ ഒരു സൈക്കിള് ആ 4 ദിവസം ഇടവിട്ടിട്ട് ആ സൈക്കിള് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട എന്താണ്? ആ ഒരു 4 ദിവസത്തെ ഏകദേശം എത്ര വർക്ക് വരുന്നുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. 4 ദിവസം എത്ര വർക്ക് വരുന്നുണ്ടെന്ന്.
ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യണം? 4 ദിവസത്തെയാണ് കണ്ടുപിടിക്കുന്നത്. 4 ദിവസത്തെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എ എന്ന് പറയുന്നത് 3 ദിവസം വർക്ക് ചെയ്തു, പ്ലസ് എന്താണ്, ഒരു ദിവസം ആരൊക്കെ കൂടി വർക്ക് ചെയ്യുന്നത്? എയും ബിയും സിയും കൂടിയിട്ടാണ് ഒരു ദിവസം വർക്ക് ചെയ്യുന്നത്. 3 ദിവസം എ വർക്ക് ചെയ്തു, എന്നിട്ട് 4th ഡേ എന്ന് പറയുന്നത് ആയിരിക്കും എ ബിയും സിയും കമ്പൈൻ ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ 3 ദിവസം കൊണ്ട് എ ഏകദേശം എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കാണും? 3 ദിവസമാണ്. അപ്പൊ എയുടെ എഫിഷ്യൻസി എന്താണ്? 3 യൂണിറ്റ് ആണ് ഒരു ദിവസം എ തന്നെ തീർക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ആ 3 യൂണിറ്റ് ഇൻറ്റു, അതായത് എയുടെ എഫിഷ്യൻസി ഇൻറ്റു എത്ര ദിവസം? 3 പ്ലസ് എയും ബിയും സിയും ഉണ്ട് ആ 4th ഡേയില്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇവരുടെ 3 പേരുടെയും എഫിഷ്യൻസി, അതായത് 3 + 2 + 1 ഇൻറ്റു എത്ര ദിവസത്തേക്കുണ്ട്? അവർ 3 പേരും കമ്പൈൻ ചെയ്തിട്ട് ഒരു ദിവസത്തേക്കേ ഉള്ളൂ. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊരു 9 + 6, നമുക്ക് 15 യൂണിറ്റ്സ്. അപ്പൊ 4 ദിവസം കൊണ്ട് ഇവർ എത്ര യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്? 15 യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഈ സെയിം സൈക്കിൾ തന്നെയല്ലേ ഇവര് പിന്നെയും കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവര് 4 ദിവസം കൊണ്ട് 15 യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇവർക്ക് ടോട്ടൽ എത്ര പറഞ്ഞിരുന്നത്? 90 യൂണിറ്റ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത് അല്ലെ? അപ്പൊ 90 യൂണിറ്റ്സ് വർക്ക് ഇവർ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക? അപ്പൊ ഒരു 4 ദിവസത്തിന് 50 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇവർക്ക് 90 യൂണിറ്റ്സ് ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ ഏകദേശം എത്ര ദിവസം കൊണ്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സൈക്കിള് എത്ര സൈക്കിൾ ഉണ്ടാവും നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 90 യൂണിറ്റ്സ് ആണ് ടോട്ടൽ അല്ലെ? ടോട്ടൽ യൂണിറ്റ്സ് അവർക്ക് ചെയ്യാനുള്ളത് 90 യൂണിറ്റ്സ് ആണ്. അതില് 15 വെച്ചിട്ടാണ് ഓരോ ദിവസം വരുന്നത്, 4 ദിവസം ഇടവിട്ട് വരുന്നത്. അപ്പൊ 15 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു സൈക്കിള് ഏകദേശം എത്ര, ഈ ഒരു സൈക്കിളിന്റെ നമ്പർ എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ 6 സൈക്കിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ 4 ദിവസം, അപ്പൊ അത് ഒരു സൈക്കിളില് 4 ദിവസം, അങ്ങനെ 6 സൈക്കിള്. അപ്പൊ 6 × 4, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 24. അതാണ് ആൻസർ. അപ്പൊ 90/15 ചെയ്യുമ്പോൾ എത്ര സൈക്കിൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. 6 സൈക്കിൾ ആണ്. അത് കഴിഞ്ഞ് ആ 6 സൈക്കിളില് എങ്ങനെയുണ്ട്? 4 ദിവസം വെച്ചിട്ടാ അല്ലെ? 6 സൈക്കിളില് 4 ദിവസം വെച്ചിട്ട്. അപ്പൊ 6 × 4 ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 24 ഡേയ്സ് കൊണ്ടാണ് അവര് 90 യൂണിറ്റ്സ് ഓഫ് വർക്ക് കണ്ടുപിടിച്ചത്. ഇത് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഞാൻ നെറ്റ് ഒന്ന് കട്ടായി പോയതാണ്. ഞാൻ ചാറ്റ് ബോക്സ് ശ്രദ്ധിച്ചില്ല, അതാണ് എനിക്ക് അപ്പൊ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റാണ്ടിരുന്നത് കേട്ടോ. ആർക്കെങ്കിലും ഒന്നുകൂടി പറഞ്ഞു തരുന്നവരുടെ ആരെങ്കിലും ഉണ്ടോ? പറയുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് വേഗം നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. ഏകദേശം ഒരു കവറായി. ഓക്കെ, പിന്നെ വരുന്നത് ഓക്കെ, ഇത് നോക്കാം. നമുക്ക് ഇവിടെ പറയുന്നത് ഇതൊരു നോക്കാം. ഇത് ട്രാവൽ ചെയ്ത ഒരു ഡിസ്റ്റൻസ് ആണ് കേട്ടോ പറയുന്നത്, ട്രാവലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പൊ അതിൽ എന്താ പറയുന്നത്? അരുൺ വാക്സ് 25 meters towards north, then turns to his left and walks 10 meters, and then turns to his right and walks 15 meters. Again, turning to his right, he walks 14 meters. What will be the shortest distance between his starting point and ending point? ഇത് നമുക്ക് വരയ്ക്കാണ്ട് വേറൊരു രക്ഷയില്ല. അല്ലെങ്കിൽ മനക്കണക്ക് കൂട്ടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മൾ വരയ്ക്കുവാണ് കേട്ടോ. അപ്പൊ അരുൺ എന്താണ് നോർത്തിലോട്ടാണ് വാക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ്? ഇത് നോർത്ത്, ഇത് സൗത്ത് ആട്ടോ. ഓക്കെ, വാക്സ് 25 meters towards north. അപ്പൊ ഒരു 25 meters നമ്മുടെ അരുൺ സ്റ്റാർട്ട് ചെയ്യുവാണേ. ഇവിടെ ഒരു 25 meters ആള് പാസ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് എന്താ ചെയ്തേക്കുന്നത്? then turns to his left and walks 10 meters. അപ്പൊ ഇങ്ങനെ നേരെ പോകുന്നു. ഇവിടുന്ന് ആളുടെ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ട് നേരെ ഏകദേശം ഒരു 10 meters ആള് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് 10 ആയിരിക്കും. 10 meters പാസ് ചെയ്തു. ഇനി എന്താ ചെയ്തേക്കുന്നത്? ദെൻ ഇവിടെ വന്നു. അപ്പൊ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ആള് റൈറ്റ് തിരിഞ്ഞ്
15 meters പിന്നെയും പോകുന്നു. അത് കഴിഞ്ഞൊരു 15 meters പോയി. ഓക്കെ, പിന്നെന്താ പറഞ്ഞ, then again turning his right he walks 14 meters. അത് കഴിഞ്ഞ് പിന്നെയും ഒരു 14 meters ആള് വാക്ക് ചെയ്തു. ഇനി അപ്പൊ ഇതാണ് ആളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ കേട്ടോ. ഞാൻ സീന്ന് കൊടുക്കണേ, ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്, വാട്ട് വിൽ ബി ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് എൻഡിങ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എ ആണ്, എൻഡിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സി ആണ്. ഇതിപ്പോ ആളിങ്ങനെ വളഞ്ഞു തിരിഞ്ഞാ പോയേക്കണേ. അപ്പൊ ഇതിന് ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ അവർ പറഞ്ഞേക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് ഈ എയിൽ നിന്ന് സിയിലോട്ട് ആക്ക് പോയാൽ പോരായിരുന്നോ? അതല്ലേ അതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, നമുക്കിവിടെ ഈ ഒരു ഡിസ്റ്റൻസ് എന്തായാലും കണ്ടുപിടിക്കണം. നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടുമോ? ഈ ഒരു ഡിസ്റ്റൻസ്, അത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് വരെ ഓൾറെഡി നമുക്കറിയാം ഈ ഒരു എ തൊട്ട് ഇവിടം വരെ ഇത്രയും ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 മീറ്റർ ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ 25 കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഡയറക്റ്റ് മുകളിലോട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 15. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എത്രയാണ്? 15 കിട്ടി. ഓക്കെ, 15 ആണ്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ്, ഇതിന്റെ ടോട്ടൽ, അതിപ്പോ ഒരു റെക്ടാങ്കിൾ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഈ ഒരു ഇത് മാത്രം എടുക്കുകയാണെ. അപ്പൊ ഇതിനെ എ സി ബി എന്ന് കൊടുക്കാണ്. ഈ ഒരു ഫുൾ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയപ്പോ എത്രയാണ്? ഇവിടെ തൊട്ട് ഇവിടെ വരെ നമുക്ക് 15 ആണ്. ഈ ഒരു 15 ആണ് കേട്ടോ നമ്മൾ ഇവിടെ 15 ആക്കി എടുത്തത്. പാരലൽസ് അല്ലേ? അപ്പൊ നമുക്ക് 15 പ്ലസ് 25 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് അവിടെ ടോട്ടൽ എത്ര വരും? 25 പ്ലസ് 15 ചെയ്യുമ്പോൾ നമുക്ക് 40 വരും. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ് ബി സി കിട്ടോ? ഈ ഒരു ഡിസ്റ്റൻസ് ഓക്കെ 4 ആണ്, കറക്റ്റ് ആണ്. കാരണം നമുക്ക് ഇവിടെ ടോട്ടൽ എന്ന് പറയണത് 14 ആണ്, ഇത് ഫുൾ എന്ന് പറയണത് 14 ആണ്. അതിന്റെ അകത്ത് 10 കണ്ടോ, ഇവിടെ താഴത്തെ 10 കണ്ടോ? ഇത് കഴിഞ്ഞുള്ള ആ ഡിസ്റ്റൻസ് എടുത്താൽ പോരെ. അപ്പൊ 14 നിന്ന് 10 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എത്ര ഡിസ്റ്റൻസ് വരും? 4 വരും. പിന്നെ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ എ സി കണ്ടുപിടിച്ചാൽ മതി. ഇത് നമുക്ക് ഹൈപ്പർട്ടോനിയസ് തിയറം വെച്ചിട്ട് കണ്ടുപിടിക്കാന്നുള്ളൂ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പർട്ടോനിയസ് സ്ക്വയർ, ആ ഒരു സംഭവം. അപ്പൊ അതിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി? എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു നമുക്ക് ഈ ഹൈപ്പോട്ടനസ് എ സി സ്ക്വയർ. എ ബി എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്. അപ്പൊ 40 സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 4 സ്ക്വയർ പ്ലസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ നമുക്ക് അറിയത്തില്ല, എക്സ് ആയി കൊടുത്തിട്ടോ. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 1600 പ്ലസ് 16 ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് വരും. എക്സ് ഈക്വൽ ടു ഇതിന്റെ 1600 പ്ലസ് 16 1616ന്റെ റൂട്ടാണ് വരുന്നത്. 1616ന്റെ റൂട്ട് സ്ക്വയർ ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ റൂട്ട് ആവും. അപ്പൊ എക്സിന്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 40.12 വരും. 40.12 ആയിരിക്കും നമ്മുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. 40.12 ആയിരിക്കും. ഇത് മനസ്സിലായോ? ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള സംഭവം. ഇത്രേ ഉള്ളൂ. ഈ ഫിഗർ ഒന്നും വരച്ചെടുത്താൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ. ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, അനുമോളെ. ഓക്കെ, ഇത്രയാണ് കേട്ടോ മെയിൻലി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമ്മുടെ സമയം ഏകദേശം അവസാനിക്കാൻ പോവുകയാണ്. അനുമോൾ, ഓക്കെ, അനുവിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമെന്ന് അറിയില്ല. നമ്മുടെ ട്രെയിനറാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഒത്തിരി കമ്പനികൾക്ക് ട്രെയിനിങ് എടുക്കുന്ന ആളാണ്. അനുവിനെ ഇന്ന് നമുക്ക് ഇന്നത്തെ ഈ സെഷനിലേക്ക് നമുക്ക് കിട്ടി. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിങ് എന്നുള്ള സെഷനാണ്. ഭയങ്കര പാഷനാണ് ഈ ഫീൽഡിൽ. പിള്ളേരെ ഭയങ്കര സപ്പോർട്ടിങ് ചെയ്യണം, പിള്ളേർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ഭയങ്കര ഇന്റൻഷനോടുകൂടി നടക്കുന്ന ഒരു ട്രെയിനറും സോഫ്റ്റ്വെയർ എഞ്ചിനീയറും കൂടിയാണ്. പ്രത്യേകിച്ച് നോഷയുടെ പല
സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ സോഫ്റ്റ്വെയർ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആംഗുലർ, അതുപോലെ തന്നെ ജാവ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്, അതിൻ്റെയൊക്കെയുള്ള വർക്ക്ഷോപ്സിൽ കാണുന്ന ആളാണ് അനു. സോഫ്റ്റ്വെയർ ടെക്നോളജി വളരെ എളുപ്പമുള്ള രീതിയിൽ പിള്ളേർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ട്രെയിനിങ് എടുത്ത് നോഷയുടെ ടീം മെമ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരിക്കൽ കൂടി അനു ഒന്ന് വീഡിയോ ഓൺ ചെയ്യാൻ സന്തോഷമുണ്ട്. ഇന്ന് ഈ പ്രോഗ്രാം നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്തു. ആളൊരു നല്ലൊരു മോട്ടിവേറ്ററും കൂടിയാണ്. പ്രത്യേകിച്ച് ഈ കൂട്ടത്തിൽ ഒത്തിരി പേര് അനുവിന്റെ ബാച്ചിലിരിക്കുന്നവരുണ്ട്. അനു ഒത്തിരി പേരെ കാണാം. ഒത്തിരി പേർക്ക് ആ ഒരു ഇതില് മോട്ടിവേറ്റ് നൽകിക്കൊണ്ട് ക്ലാസ്സുകൾ ഡീൽ ചെയ്യുന്ന അനുവാണ് ഇന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എടുത്ത് വന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നു നോഷയുടെ ഒരു ഇങ്ങനെയുള്ള ഇതില് ഒരു പുതിയ ഒരു ഫേസ്. അനുവിസ്മയനെ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, പക്ഷെ അനുവിനെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ സെഷനിലേക്ക് നമ്മൾ എത്തിയ അനുവിനെ പ്രത്യേകം നന്ദി പറയുകയാണ്. എല്ലാവരും ഇപ്പം ചാറ്റ് ബോക്സിൽ ഒരു താങ്ക്സ് മെസ്സേജ് ഇട്ടേരെ. പ്രോഗ്രാം വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് നടത്താൻ പറ്റി. അപ്പോൾ ആർക്കെങ്കിലും ഈ പ്രോഗ്രാമിനെ പറ്റി ഒരു ഫീഡ്ബാക്ക് പറയുന്നത് നല്ലതായിരിക്കും. എല്ലാവരും ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് സ്റ്റേ ചെയ്യുക കേട്ടോ, മീറ്റിങ്ങിൽ ഒന്ന് സ്റ്റേ ചെയ്യുക. നമുക്ക് മലയാളികളുണ്ട്, നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, എന്ത് കഴിഞ്ഞാൽ ഇട്ടിട്ട് പോണ ഒരു പരിപാടി. അപ്പോ ഇത്രയും നേരം നമ്മൾ ഈ ഓർഗനൈസ് ചെയ്തതല്ലേ, നമ്മുടെ ഈ അഭിരാമി ഒക്കെ ഉണ്ട്, അവർക്ക് നല്ല രീതിയിൽ ഇത് വൈൻഡപ്പ് ചെയ്യണമെന്നുണ്ട് ഈ സെഷൻസ് ഒക്കെ. അപ്പോൾ എല്ലാവരും ആ ഗ്രൂപ്പിൽ തന്നെ ഒന്ന് നിൽക്കുക, മീറ്റിംഗിൽ ഒന്ന് സ്റ്റേ ചെയ്യുക. ഓക്കെ, ഇപ്പോ ഈ പ്രോഗ്രാമിനെ പറ്റി ഒരു ഫീഡ്ബാക്ക് ഒരാൾ പറയുന്നതായിരിക്കും. നമുക്ക് ഇടിച്ചു നിൽക്കണോണ്ട് എല്ലാവരും ഫ്രണ്ടിലേക്ക് വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നോഷയുടെ പ്രോഗ്രാം അതാ, എല്ലാവരും ഫ്രണ്ടിലേക്ക് വരണം അല്ലെ അനു? ഫ്രണ്ടിലേക്ക് വരണം അല്ലെ? ആവശ്യ ശിശുക്കളുടെ മാതാവാണ്. ഇടിച്ചിടിച്ച് നിൽക്കാൻ പറയും. ഞാൻ എപ്പോഴും പറയുന്ന ഇടിച്ചിടിച്ച് പിടിച്ച് കയറാൻ പറയും അല്ലെ? അതൊക്കെ നിങ്ങൾ പറയും. അപ്പൊ ഒരാൾ മുന്നിലേക്ക് വരാം. സമയമില്ല കേട്ടോ, ഒട്ടും സമയമില്ല. അപ്പൊ നിക്കാം. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു റുക്സാന മജീദ്. ഓക്കെ, അതിൽ ഏത് കോളേജാണെന്നും കൂടെ പറഞ്ഞേരെ കേട്ടോ. ഞാൻ റുക്സാന, കൊച്ചിൻ കോളേജ്. ഓക്കെ, കൊച്ചിൻ. ഓക്കെ റുക്സാന, സന്തോഷം. സർ, നല്ല പ്രോഗ്രാം ആയിരുന്നു. എനിക്ക് ആദ്യത്തെ ആ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് മിസ്സായെങ്കിലും ആ ബാക്കിയുള്ള എനിക്ക് കയറിയിട്ട് തന്നെ നന്നായിട്ട് മനസ്സിലായിരുന്നു. മിസ് നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ട്, വളരെ എളുപ്പമായിട്ട്. അതായത് ഓരോ ക്വസ്റ്റ്യനും നമ്മൾ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കുറെ സമയം എടുക്കുമല്ലോ എന്ന് തോന്നിയ പല ക്വസ്റ്റ്യൻസും മിസ് വളരെ എളുപ്പമായിട്ട്, വളരെ എത്ര വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നു അത്രയും വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ മിസ് പറഞ്ഞു തന്നു. സോ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു, വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഒരുപാട് താങ്ക്സ് മിസ്. ഓക്കെ, നിങ്ങൾക്ക് അത് മതി. ഒത്തിരി സന്തോഷം ഇങ്ങനെ പറയാനും മുന്നിലേക്ക് വേണമെന്ന്. നമുക്ക് വേണ്ടത് ഒരു ക്വാളിറ്റി ആട്ടോ. നമുക്ക് എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള ഒരു ഇത് വേണം. ആദ്യം പറഞ്ഞ അലീന എന്ന് പറഞ്ഞ കുട്ടി വന്നു ഒന്ന് പറഞ്ഞില്ലേ, എന്നാ ഇതായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം കാണുന്നത് തന്നെ. അങ്ങനെ ഒരു ഇന്റൻഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. ഒരു സന്തോഷ വാർത്ത പറയാണ്, സിയന്ന കോളേജിന്റെ ഒരു ഗ്രൂപ്പ് ഞാൻ ഫോം ചെയ്യാനായിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടപ്പോൾ തന്നെ ഏകദേശം 45 സ്റ്റുഡൻസ് ഇന്ന് വന്നേക്കുകയാണ്. എനിക്ക് തോന്നുന്നു അമിത കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അമിതയാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് വന്നേക്കുന്നത്. അപ്പൊ അവര് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ അവർ സ്റ്റേ ചെയ്യുക. പിന്നെ അതോടൊപ്പം ഏതെങ്കിലും ഒരു കോളേജിന് ആർക്കെങ്കിലും ഞങ്ങളുടെ നോഷയുടെ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ സ്റ്റേ ചെയ്യുക. ഈ പ്രോഗ്രാമിനെ പറ്റി, ഈ 1 ഇയർ പ്രോഗ്രാം എന്തൊക്കെയാണ് നടത്തുന്നതെന്നും ഏതൊക്കെ പ്രോഗ്രാമാണ് കിട്ടുന്നതെന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്രോഗ്രാം നടത്തുന്നതെന്നും നിങ്ങൾക്ക് ഒത്തിരി ഡൗട്ട് ഉണ്ടാവും. അത് ക്ലിയർ ചെയ്യുന്ന ഒരു സെഷൻ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഇപ്പോൾ നടക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ ഇനി വരാൻ പോകുന്ന അപ്കമിങ് ട്രെയിനിങ് സെഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് ഒരു സൈഡിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കൽ ട്രെയിനിങ് വർക്ക്ഷോപ്സ് ഒരു സൈഡിൽ എഴുതിയിട്ടുണ്ട്. നോഷയുടെ ഇനി വരാൻ പോകുന്ന പ്രോഗ്രാംസ് ആണ് അതിൽ എഴുതിയേക്കുന്നത്. ടെക്നിക്കൽ ട്രെയിനിങ് വർക്ക്ഷോപ്പ് അനുവിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഇപ്പൊ ഒരു വെബ്സൈറ്റ് ആൻഡ് വെബ് ഡെവലപ്മെന്റിന്റെ വർക്ക്ഷോപ്പ് നമ്മൾ ഇപ്പൊ വരുന്നുണ്ട്. ഏകദേശം 6 പേരോളം ജോയിൻ ചെയ്തിട്ടുണ്ട്. 4 സീറ്റും കൂടി ആയി കഴിഞ്ഞാൽ എല്ലാ ആംഗുലറിന്റെ വർക്ക്ഷോപ്പും നടക്കുന്നു.
അതുപോലെ തന്നെ വെബ്സൈറ്റ് ആൻഡ് വെബ് ഡെവലപ്മെന്റിന്റെ വർക്ക്ഷോപ്പ് ആ 4 പേരും കൂടി ആയിക്കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് എല്ലാ സാറ്റർഡേയും സൺഡേ ആയിട്ടാണ് വർക്ക്ഷോപ്പ് നടക്കുന്നത്. ഒരിക്കലും നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകളെ ബാധിക്കാത്ത രീതിയിലാണ് വർക്ക്ഷോപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. വൈകിട്ട് 6 മണി തൊട്ട് 7 മണി വരെയുള്ള 1 മണിക്കൂർ സമയം അത് ഹാൻഡ്സ് ഓൺ വർക്ക്ഷോപ്പ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടാണ് നമ്മൾ വർക്ക്ഷോപ്പ് നമ്മൾ കൊണ്ടു നടത്തുന്നത്. ആംഗുലറിന്റെ വർക്ക്ഷോപ്പ് 3 ദിവസം കഴിഞ്ഞു, ഇനി 2 ദിവസം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വെബ്സൈറ്റ് ആൻഡ് ഡെവലപ്മെന്റ് വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതും അങ്ങനെയുള്ള വർക്ക്ഷോപ്സ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ ഒരു വർഷത്തെ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് താല്പര്യമുള്ളവര് ഇതിലേക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അത് അനുമോള് അറിയായിരിക്കും, വളരെ ഇൻട്രസ്റ്റോട് കൂടി മാത്രമുള്ളവർ ജോയിൻ ചെയ്യുക. ബിക്കോസ് ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്, കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനുണ്ട്. ജോലി വേണമെന്ന് ആഗ്രഹമുള്ളവര് മാത്രം ജോയിൻ ചെയ്യാൻ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും വീട്ടിൽ കൊണ്ട് ആരും ജോലി തരില്ല എന്ന കാര്യം നിങ്ങൾ ഏറ്റവും ആദ്യം തന്നെ ഓർക്കുക. നമുക്ക് ഇടിച്ച് നിൽക്കുക, പിടിച്ച് കയറുക, മനസ്സിലായോ? ഇടിച്ചിടിച്ച് കയറുക, പിടിച്ച് കയറുക, അങ്ങനെ ഒരു ഇതുണ്ട്. ആവശ്യം സൃഷ്ടിയുടെ മാതാവാണ്. നമുക്ക് ജോലി കിട്ടണമെങ്കിൽ നമ്മൾ മാത്രം ഇനിഷ്യേറ്റ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അതിനുള്ള ഇതാണ്. നോഷയില് ഇന്നും ഒരു പ്ലേസ്മെന്റ് നടന്നിട്ടുണ്ട്. 8 പേര് ഇന്ന് 15 ദിവസത്തിനകം 8 പേര് നമുക്ക് ജോയിന്റ് ആയിട്ടുണ്ട്. അപ്പോ ഇതൊരു നമുക്ക് സന്തോഷകരമായ ഒരു വാർത്തയാണ്, ഒത്തിരി സന്തോഷം നൽകുന്ന വാർത്തയാണ്. നിങ്ങൾക്കറിയാം, ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. ഇത് നോഷയുടെ ഒരു കഴിവായിട്ട് ഒന്നും പറയുന്നില്ല കേട്ടോ, ഒരിക്കലും പറയാൻ പറ്റില്ല. അനുവിനൊക്കെ അറിയാം അല്ലെ നോഷ എന്താ ചെയ്യണേന്ന്. നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങളുടെ ബയോഡാറ്റ സെറ്റ് ചെയ്യാനുള്ള വർക്ക്ഷോപ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു, നിങ്ങളുടെ സ്കിൽഡ് ആക്കുന്നു. അതായത് ഇപ്പൊ കഴിഞ്ഞ വർഷം ഓരോ ടീം ലീഡർമാരായിട്ട്, ഓരോ കോളേജിന്റെ ടീം ലീഡർമാരായിരുന്നവരാണ് ഇപ്പൊ നോഷ റൺ ചെയ്യിപ്പിക്കുന്നത് അല്ലെ. അനിമോള് കഴിഞ്ഞ വർഷം നോഷയുടെ ഒരു ടീം ലീഡർ ആയിരുന്നു. ഏറ്റുമാനൂരൊപ്പം കോളേജിലെ ഒരു ടീം ലീഡറായിരുന്നു നോഷയുടെ. അപ്പോ നിങ്ങളുടെ ടീം ലീഡിങ് കപ്പാസിറ്റി, നിങ്ങളുടെ കോർഡിനേഷനും നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കിൽ എല്ലാം നമുക്ക് വേണം, എല്ലാം അളക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ടീമാണ് നോഷ. ഏകദേശം 200 സ്റ്റുഡൻസുമായിട്ടാണ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം പോകുന്നത്. ചിലവർക്ക് PHP ട്രെയിനിങ് നടത്തുന്നുണ്ടോ, ജാവ ട്രെയിനിങ് നടത്തുന്നുണ്ടോ, ആൻഡ്രോയിഡ് അങ്ങനെ ട്രെയിനിങ് ഒക്കെ നടത്തുന്നുണ്ടോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട്. അതെല്ലാം ചെയ്യുന്നുണ്ട്. എന്തൊക്കെ വേണോ, നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതെല്ലാം നോഷയിലുണ്ട്, മനസ്സിലായോ? അങ്ങനെ ഒരു ടീം നോഷയ്ക്ക് ഉണ്ട്. ഇപ്പോ നമ്മുടെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത ഇന്റേൺഷിപ്പ് ചെയ്യുന്ന നോഷ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. ചുമ്മാ ഇന്റേൺഷിപ്പ് ഒന്നും അല്ലാട്ടോ ചെയ്യുന്നേ. അനുവിനൊക്കെ അത് പറയാൻ അറിയും ഇല്ലേ? കഷ്ടപ്പെട്ട് അനു പറഞ്ഞു, അതിനെ പറ്റി അനു പറഞ്ഞോളൂ അല്ലെ? അനു ഒന്ന് പറഞ്ഞാൽ അനു. ഞാൻ ഇതേപോലെ തന്നെ ഞാൻ 2020 പാസ് ഔട്ട് ആണ്. അപ്പോ അത് കഴിഞ്ഞ് ട്രെയിനിങ് ഇന്റേൺഷിപ്പ് ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ഉള്ള ഒരാള് ഇന്റേൺഷിപ്പിന് കയറുന്നുണ്ടായിരുന്നു. അപ്പൊ പറയുന്നുണ്ട് നന്നായിട്ട് പണിയെടുപ്പിക്കുന്നു ഞങ്ങൾ പേടിപ്പിച്ചു കളഞ്ഞു. അപ്പൊ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് സാറ് വിളിച്ചപ്പോ രണ്ടും കൽപ്പിച്ച് ചേരാന്ന് പറഞ്ഞ് ചേർന്നു സത്യമാണ്. കാരണം നമുക്ക് പണി പഠിക്കാന്നുള്ള മെയിൻ സംഭവമാണ് നോഷ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് തരുന്നത്. നമുക്ക് മാക്സിമം ഒരു ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും അതൊക്കെ നോഷയിൽ ആ ട്രെയിനിങ് എന്ന് പറഞ്ഞ ആ ഒരു പീരീഡില് നമുക്ക് മാക്സിമം പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഞാനപ്പോ ഏകദേശം ഞങ്ങളുടെ ബിടെക്കിന്റെ എക്സാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തൊട്ട് ഞാൻ ട്രെയിനിങ്ങിന് സാർ തന്നെയാണ് ഞങ്ങൾക്ക് ട്രെയിൻ ചെയ്ത് തന്നത്. അപ്പൊ അതില് ഞാൻ ചേർന്നു. ഞങ്ങളുടെ ബാച്ചിൽ വേറെ 2 പേരുണ്ടായിരുന്നു, പിന്നെ വേറെ 2-3 കോളേജസിൽ നിന്നായിരുന്നു. അപ്പോ ഞാൻ അത് കഴിഞ്ഞ് കയറി ഞാൻ PHP വെബ് ഡിസൈൻ ഡെവലപ്മെന്റ് PHP സാറിന് തോന്നുവാണ് നമുക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് സാറിന് തോന്നുവാണെങ്കിൽ സാർ മാക്സിമം നമുക്ക് ഇൻപുട്ട് തരും. പിന്നെ നമ്മൾ ഔട്ട്പുട്ട് കൊടുത്താൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. സാർ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഫുൾ നമുക്ക് ചെയ്തു തരും. പക്ഷെ സാറിന് മനസ്സിലാവണം നമുക്ക് ആ ഒരു എന്താണ് പാഷൻ ഉണ്ട്, കാര്യങ്ങളുണ്ടെന്ന് സാറിന് മനസ്സിലാവണം. എങ്കിൽ മാത്രമാണ് അതെ ടീം തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാനൊരു 3-4 മാസം നോഷയുടെ ഫസ്റ്റ് ലെവൽ ട്രെയിനിങ്ങിന് നിന്നു. അത് കഴിഞ്ഞ് അപ്പൊ ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് തന്നെ കുറച്ചുപേര് മാത്രമാണ് സെക്കൻഡ് ലെവലോട് കയറുള്ളൂ. അപ്പൊ ഞാൻ ഇപ്പൊ പൈത്തണിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലസ് അതിന് പൈത്തണിൽ ഡിജാങ്ക കഴിഞ്ഞ് ഫ്ലാസ്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ എനിക്ക് 2-3 ബാച്ചസ് ഞാൻ ഇപ്പോഴും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ ഉള്ളിലെ ലീഡർഷിപ്പ് ക്വാളിറ്റി കണ്ടുപിടിച്ചത് വേണമെങ്കിൽ എൽദോ സാറാണെന്ന് എനിക്ക് പറയാം. കാരണം സാർ എന്നെ ഇങ്ങനെ ഒരു ബാച്ച് ചെയ്യിപ്പിച്ചപ്പോ എനിക്ക് പേടിയായിരുന്നു. കാരണം എനിക്ക് ടെക്നോളജിനെ കുറിച്ച് അധികം ഐഡിയ ഇല്ലാത്ത, ഈ PHP ഞാൻ കണ്ടിട്ട് കൂടി ഇല്ല. ബിടെക് പഠിച്ചപ്പോ PHP ഞാൻ കണ്ടിട്ട് കൂടി ഇല്ലാത്ത ഒരാളാണ്. ഞങ്ങൾക്ക് പ്രൊജക്റ്റ് ഒക്കെ ചെയ്യിച്ചപ്പോ ഓക്കെ അത് പിന്നെ കമ്പനി സൈഡിലൊക്കെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല.
PHP കോഡ് അവർ തന്നു, നമ്മൾ കൊണ്ടുപോയി പ്രസന്റ് ചെയ്യുന്നു, സംഭവം അങ്ങനെയൊക്കെ ആയിരുന്നു. അത് എന്താണ് എങ്ങനെയാണ് ഒരു ഐഡിയ ഇല്ലാതിരുന്ന ഞാനാണ്. അപ്പൊ ഫസ്റ്റ് ലെവൽ PHP കഴിഞ്ഞു, ചെറിയൊരു പ്രൊജക്ട് ചെയ്തു. അതിന്റെ പുറകെ തന്നെ സാർ എനിക്ക് ഒരു ബാച്ചിനെ ഏൽപ്പിച്ചു തന്നു. അപ്പൊ അവർക്ക് വെബ് ഡിസൈൻ ആൻഡ് വെബ് ഡെവലപ്മെന്റ് കഴിഞ്ഞിപ്പോ PHP ഒരു കോളേജിന് വേണ്ടിയിട്ടുള്ള സൈറ്റ് ആ പിള്ളേര് തന്നെയായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് പഠിച്ചിറങ്ങി സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് എത്രമാത്രം നമ്മളെ തന്നെ എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതായിരിക്കും ഏറ്റവും. നമുക്ക് എത്രമാത്രം അഡീഷണൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് എന്തൊക്കെ അഡീഷണൽ അറിയാം അതാണ് ഇപ്പൊ ഇൻഡസ്ട്രി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും തരില്ല. അവർ ചെന്ന് നോക്കും നിങ്ങൾക്ക് എന്തൊക്കെ അഡീഷണൽ അറിയാം. ഇപ്പൊ ആ ടീച്ചേഴ്സിൽ പ്ലേസ്ഡ് ആയ കുട്ടി പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്തൊക്കെ അഡീഷണൽ അറിയാം, ആ ഒരു എക്സ്റ്റേണൽ ആയിട്ട് വേറൊരു കോഴ്സ് ചെയ്തു, അതൊക്കെ നമുക്ക് അഡീഷണൽ പറയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇപ്പൊ ഒരു ഫസ്റ്റ് ലെവൽ ഇന്റേൺഷിപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ അല്ല ശരിക്കും ഇൻഡസ്ട്രിയിൽ ഒരു വെബ് ഡിസൈനിങ്ങിന് വേണ്ട കാര്യങ്ങൾ മൊത്തം നോഷെ ഫസ്റ്റ് ലെവലിൽ പറഞ്ഞു തരുന്നുണ്ട്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. കാരണം ഞാൻ ഇപ്പോ ആ ഒരു ലെവലിൽ കഴിഞ്ഞിപ്പോ ഒരു രണ്ട് ബാച്ചിന് ഞാനിപ്പോ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ സൈഡിൽ കൂടെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. പ്ലസ് അതിന്റെ കൂടെ നമ്മൾ നോഷയ്ക്ക് വേണ്ടിയിട്ട് വേർഡ്പ്രസ്സിൽ ഒരു സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇത് നമ്മുടെ നെക്സ്റ്റ് ഇന്റൻഷൻ എന്ന് പറയുന്നത് നോഷ ടെക്നോ സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള വേറെ ഒരു സൈറ്റ് ഡെവലപ്പ് ചെയ്യുവാണ്. അപ്പോ ഇത്രമാത്രം ഞങ്ങൾക്ക് ഈ ട്രെയിനിങ്ങിൽ കയറാൻ എനിക്കൊരു ഡൗട്ടായിരുന്നു. കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലും ഇതേപോലെ കുറെ കമ്പനീസ് വരും, ഇന്റേൺഷിപ്പ് ചെയ്യ്, കോഴ്സ് ചെയ്യ്. ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ കുറെ പേര് വിളിച്ചു ഇന്നതിൽ കയറുന്നു പറഞ്ഞ്. പക്ഷെ എനിക്ക് ഓൾറെഡി ഒരു ഇന്റേൺഷിപ്പ് ചെയ്ത ഒരു ഇതുള്ളത് കൊണ്ട് നമുക്ക് പേടിയാ. കാരണം ഇത് പഠിച്ചിറങ്ങി വെറുതെ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടേ? ഉപകാരം ഇല്ലാണ്ട് വെറുതെ കാശ് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ കമ്പനീസ് വിളിക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. വെറുതെ എന്തിനാ പോയി കാശ് കളയണം, ഒന്നും മനസ്സിലാവത്തില്ല. എന്തിലൊക്കെ പറഞ്ഞുതരും ബേസിക്സ് എന്തിലൊക്കെ, അല്ലാണ്ട് ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ അതിൽ എന്തൊക്കെ വേണം സ്റ്റൈൽ ഒരു ഐഡിയ ഉണ്ടാവത്തില്ല. അപ്പൊ അതുകൊണ്ട് സാറിന് ഇത് വന്നപ്പോഴും ഫസ്റ്റ് എല്ലാ ബിടെക്സ്റ്റോടെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയും. കാരണം അവർക്കൊരു ഐഡിയ ഇല്ലാത്തവരാണ്. ഞങ്ങൾക്ക് സാറ് വിളിച്ചപ്പോൾ എനിക്ക് ഞങ്ങളുടെ മൊത്തത്തിൽ ഒരു സ്റ്റക്കായിട്ട് നിൽക്കരുത്, ചേരണോ വേണ്ടോ. അപ്പൊ ഞങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്ത ഒരാളുടെ അടുത്ത് വെച്ചപ്പോ പറഞ്ഞു ഇങ്ങനെ കുറെ പ്രൊജക്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോ ഞാൻ ഒരു ടീം നോഷയുടെ ഒരു മെമ്പർ ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാനിപ്പോ നോഷയുടെ ഓരോ സ്പന്ദനം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് എങ്ങനെയാ പറഞ്ഞറിയിക്കാന്ന് മനസ്സിലാവില്ല. കാരണം അത്രമാത്രം സാർ നമുക്ക് ഇൻപുട്ട് തരിക. എന്താ വേണ്ടതെന്ന് സാറ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഈ കോഴ്സ് വേണോ, ആ കോഴ്സ് വേണോ, എന്താ വേണ്ടതെന്ന് സാറ് ചോദിക്കുന്നത്. കാരണം സാറിന് അത്രമാത്രം നമ്മൾ ഔട്ട്പുട്ട് കൊടുത്താൽ സാറിന് അതിനുള്ള 200% ഇൻപുട്ട് നമുക്ക് തന്നിരിക്കും. അത് ബെസ്റ്റ് എന്താണ് എന്താ പറയാ ഇതിന് 100% സാർ. അപ്പൊ സമയം ഒത്തിരി പോയി. ഒത്തിരി സന്തോഷം. താങ്ക്സ് ഫോർ യുവർ ഓൾട്ടി. ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി പേര് ചൂഷണം ചെയ്യുന്നവരുണ്ട്. ഒത്തിരി പേരുണ്ട്. നമുക്ക് രക്ഷപ്പെടണം. ഞാനും വളർന്നു വന്ന ഞാനിപ്പോഴും എന്റെ ട്രെയിനർമാരെ എന്റെ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ജാവയ്ക്ക് ഔട്ട്പുട്ട് കിട്ടാത്തവനാട്ടോ ഞാൻ. ഇന്ന് ഞാനൊരു ജാവ പ്രോഗ്രാമറാണ്. മനസ്സിലായി? ഇന്ന ഔട്ട്പുട്ട് കിട്ടാത്തവരും ഇന്ന സപ്ലി ഉള്ളവരൊക്കെ ഒത്തിരി പേരുടെ നടുവിലാണ് നമ്മള്. അവരൊക്കെ ഇങ്ങനെ എന്താ പറയാ, BCA പഠിച്ചു രക്ഷപ്പെട്ടില്ല, BTech പഠിച്ചു, ഇനി വേറെ വേസ്റ്റ് ആയി പോയി ചിന്തിക്കുന്നവർക്ക് ഇങ്ങനെ പോരെ. ഒത്തിരി ഓപ്ഷൻസ് ആണ് നോഷ ഒരുക്കുന്നത്. ബിക്കോസ് സപ്ലി ഉള്ള കുട്ടികളെ തേടിയുള്ള കമ്പനികൾ വരെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുക, നോഷയ്ക്ക് ഒരു ഫിനിഷിംഗ് സ്കൂൾ ഉണ്ട്. ആ ഫിനിഷിംഗ് സ്കൂളിൽ നോഷയുടെ ഒപ്പം നിർത്തിക്കൊണ്ട് നമ്മള് ഒരു നല്ലൊരു ഇൻഡസ്ട്രി എക്സ്പെർട്ട് ആക്കി വിട്ട് ആ കുട്ടീനെ വിട്ട ആ കമ്പനിയിൽ HR വിളിച്ചിട്ട് പറയണം, സാറേ ഇനിയുണ്ടോ ആരെങ്കിലും എന്ന് വിളിക്കണം. അതിനുവേണ്ടി ഞാൻ അവരെ അങ്ങനെ ആക്കി വിടും. അതാണ് ഈ അനു പറഞ്ഞത്, എന്ന് പറഞ്ഞത്. അങ്ങനെ വിട്ടിട്ടേ കാര്യമുള്ളൂ. ബിക്കോസ് നിങ്ങൾ ഒരു കമ്പനി പോയ ഒരു 1.5 വർഷം അവിടെ നിൽക്കണം, പഠിക്കണം. അതാണ് എന്റെ ഇന്റൻഷൻ. അപ്പൊ ഒത്തിരി സന്തോഷം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും സന്തോഷം. ഇങ്ങനെ ഒരു പ്രോഗ്രാം എല്ലാ മാസവും 2 ദിവസം ഇങ്ങനെ പ്രോഗ്രാം ഞങ്ങൾ ഓർഗനൈസ് ചെയ്യാറുണ്ട്. വാട്സപ്പ് വഴി ട്രെയിനിങ് നടത്താറുണ്ട്. ഇനിയും വരുന്നുണ്ട് പ്രോഗ്രാം. അതെല്ലാം നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ സന്തോഷമുള്ള ഒരു വാർത്ത, MGM കോളേജിൽ നിന്ന് ഒരു കുട്ടി റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്, അവരുടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാമോ എന്ന്. ഞാനത് അർഗോൺ സാറിന് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അർഗോൺ സാർ അത് നോക്കിയിട്ട് സാർ അത് റിപ്ലൈ ചെയ്യും. MGM കോളേജിന്റെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഓൾറെഡി ഗ്രൂപ്പ് ഉണ്ട്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, ഫൈനൽ ഇയർ സ്റ്റുഡൻസിനെ വെച്ചുകൊണ്ടാണ് സാർ ആ ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പോകുന്നത്. അതിൽ ജോയിൻ ചെയ്യാം. ഇപ്പൊ നമ്മൾ പ്രോഗ്രാം മൊത്തത്തിൽ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അബ്രാമി ഉണ്ടോ? അബ്രാമി
സർ ഞാനുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചു, ലാസ്റ്റ് എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും ടാൻസ് ഒക്കെ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചു. ഇപ്പൊ CNA കോളേജിലെ പിള്ളേര് ഇത് കഴിയുമ്പോൾ സ്റ്റേ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഉള്ളവര് സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നിൽക്കാം. ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സെഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ. So, first of all, എല്ലാവർക്കും താങ്ക്സ് ടീം നോഷെ ആൻഡ് അനു മാമിന്റെ ക്ലാസ് നല്ല അടിപൊളിയായിരുന്നു. ലൈക്ക് വി അണ്ടർസ്റ്റുഡ് എവറിത്തിങ്. പ്രോബ്ലംസ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് മനസ്സിലായി എന്നുള്ള. ഞാൻ കുറെ ക്ലാസ് ഇതുപോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എല്ലാത്തിലും ഇങ്ങനെ ക്ലാരിറ്റി കിട്ടാറില്ല. ഞാൻ പൊക്കി പറയാനൊന്നും വിചാരിക്കരുത്. ഇറ്റ് വാസ് റിയലി ഗുഡ്. Okay. അപ്പൊ ഐ ആസ്ക് ഓൾ മൈ കോളേജ് മീറ്റ്സ് ടു ജോയിൻ. ഭയങ്കര ഇഷ്ടമായി. സോ ഇതുപോലെ തന്നെ എനിക്ക് ഇനി ക്ലാസ് കിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു സർ. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ആഗ്രഹമുള്ളവർക്ക് പോരെ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ അർഗൻ സാറിന് താങ്ക്സ് പറയണം. അർഗൻ സാറിന്റെ ആ പ്ലേസ്മെന്റ് സെൽ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ നിന്നാണ് എനിക്ക് എൽദോ സാറിനെ മീറ്റ് ചെയ്യാൻ പറ്റിയത്. ആൻഡ് ഓൾ ദീസ് തിങ്സ് ഹാപ്പൻ ഇൻ എ ചെയിൻ റിയാക്ഷൻ പോലെ. ആൻഡ് ഐ തിങ്ക് ഐ എം ബ്ലെസ്ഡ് ടു ഹാവ് ഓൾ ദീസ് ഇൻസിഡൻസ് ഹാപ്പനിങ്. ഓക്കെ, കീപ് യുവർ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കട്ടോ, നമുക്ക് പ്ലേസ്മെന്റ് കിട്ടാം. Of course. You are a good leader. Thank you. Really good leader. എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആണ് സർ. ഡാനിയ എടുത്തു പറയേണ്ടത്, ഡാനിയയുടെ ഓക്കെ 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 ആണെങ്കിലും രശ്മിയ അവരൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണ്. ഓക്കെ നല്ല ആക്റ്റീവ് ആണ്. ഓക്കെ അപ്പൊ എല്ലാവരുടെയും ഒരു എഫേർട്ടാണ്, ടീം എഫേർട്ടാണ്, നോട്ട് ജസ്റ്റ് മീ. പിന്നെ സാർ നന്നായിട്ട് പുഷ് ചെയ്യണ്ട ആക്ച്വലി. ഓക്കെ 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 ഓക്കെ. താങ്ക്സ്. നല്ല പ്രോഗ്രാം ആയിരുന്നു, ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഇനിയുള്ള പ്രോഗ്രാംസ് ഞങ്ങൾ ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കയറുക. ഓക്കെ ഓക്കെ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും താങ്ക്സ്. ഇനിയിപ്പോ CNA കോളേജിലെ സ്റ്റുഡൻസ് അനു കുഴപ്പമില്ല, താങ്ക്സ്. CNA കോളേജിലെ സ്റ്റുഡൻസ് ഇവിടെ സ്റ്റേ ചെയ്യാം. അനിമോള് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ മരിയൊക്കെ ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തോ, തിരക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകണം. ഓക്കെ, താങ്ക്സ്. നിങ്ങള് നോഷയുടെ പേജ് ഒക്കെ ഫോളോ ചെയ്യാം കേട്ടോ എല്ലാവരും. അമിത ഉണ്ടോ? അമിത വന്നിട്ടുണ്ടോ? അമിത ആരാ വന്നേക്കുന്നത്? കോളേജിൽ നിന്ന് ആരാ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ നല്ലതായിരുന്നേ. സാറേ ഗ്രൂപ്പിൽ ഒന്ന് ലിങ്ക് ഇട്ടിട്ട് ഒന്ന് കേറാൻ പറഞ്ഞാലോ? അല്ല, ഓക്കെ. ഇതിനകത്തുള്ളവര് CNA കോളേജിലുള്ളവരാണ്. ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? ഹലോ, ബാക്കി ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറഞ്ഞേ. ഒരാളെ ഇനിഷ്യേറ്റീവ്. അമിത ഉണ്ടായിരുന്നോ? അമിത ഇപ്പൊ ഇല്ലല്ലോ സാറേ. ഓക്കെ ഓക്കെ ഓക്കെ. മറ്റാരാണോ ഉള്ളത്? ഒരാള് നൂർജഹാൻ ആണോ? ആരാണോ ഉള്ളത്? ആരെങ്കിലും കോർഡിനേറ്റ് ചെയ്തോ? നമുക്കൊന്ന് അറിയാൻ വേണ്ടി. ഹലോ ഹലോ സാർ ഇവര് CNA കോളേജുകാരാ. CNA കോളേജ് എന്നാ അവര് പറഞ്ഞോ. നിങ്ങൾക്ക് ഡൗട്ടുള്ളത് ചോദിക്കാട്ടോ. നിങ്ങൾക്ക് ഡൗട്ടുള്ളത് എന്തെങ്കിലും ചോദിക്കാം. നിങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. 1 year പ്രോഗ്രാമിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടുള്ളവർ ചോദിക്കേ. ഹലോ, ചോദിച്ചോളൂ, കുഴപ്പമില്ല. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. എല്ലാരും ഓടി പോണു കേട്ടോ. പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ ചോദിച്ചോ. ഹലോ സാർ. ഓക്കെ. അങ്ങനെ ഒരാൾ ഇനിഷ്യേറ്റീവ് എടുക്കുക. നൂർജഹാൻ ആണോ? ചോദിച്ചോളൂ. ഓക്കെ. ഇന്റേൺഷിപ്പിനെ കുറിച്ച് ചോദിക്കാനായിരുന്നു. ഓക്കെ നോഷെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഞാൻ നിങ്ങളെ ഈ കുറച്ച് പേരെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 45 പേരോളം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അമിതനെ വിളിച്ചപ്പോൾ പറഞ്ഞു, അമിത എന്നോട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഇൻട്രസ്റ്റോട് കൂടിയാ ജോയിൻ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എല്ലാവരും ഇൻട്രസ്റ്റോട് കൂടിയാ സാറേ ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഹലോ അല്ലേ? അതെ അതെ സാർ, എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ട് ജോയിൻ ചെയ്യാൻ. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാണ്. ഇതെന്ന് പറയുന്നത് 1 year പ്രോഗ്രാം ആണ്. ഈ 1 year പ്രോഗ്രാമിൽ നമ്മൾ ഇങ്ങനെയുള്ള വർക്ക്ഷോപ്സ് നമ്മൾ എല്ലാ മാസവും 2 ദിവസം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ കോളേജിന് കിട്ടും. നിങ്ങളുടെ കോളേജ്